ഇനി അല്പം കൂടെ ഒരു കരിസ്മാറ്റിക് ചൊവ്വയുള്ള ആളാണെങ്കിൽ ഇങ്ങനെ പറയും പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ് അല്ലേ? അപ്പൊ നമ്മൾ ഒരാളെ കാണുമ്പോൾ പറയും പ്രൈസ് ദി ലോർഡ് എന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇവിടെ നിന്ന് കുറെ നേരം കൈയടിക്കുന്നു, പാട്ട് പാടുന്നു, ദൈവസ്തുതികൾ ആലപിക്കുന്നു, ഇത് മാത്രം പോരെന്ന്. മറിച്ച് ഈ പ്രാർത്ഥിക്കുന്നതെല്ലാം നമ്മുടെ സ്വഭാവത്തിലോട്ട് വരണം. ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവി തരിക. ഒരു പാട്ടിന്റെ വരി കേട്ടപ്പോൾ ജീവിതത്തിൽ ആയിരുന്നൊരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് ഒരു മാറ്റം. പ്രത്യേകിച്ച് ആ ചേച്ചി കൈകളൊക്കെ ഉയർത്തി മറുഭാഷയിലൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കൊതി തോന്നും, ദൈവമേ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. അത്ഭുതം കാണണമെങ്കിൽ, അനുഭവിക്കണമെങ്കിൽ ഒന്നാമത്തെ കാര്യം നടക്കണം. അതായത് ഒന്നാമത്തെ കാര്യം ചില കാര്യങ്ങൾ തിരിച്ചറിയാനുണ്ട്, ചില കാര്യങ്ങൾ ക്ഷമിക്കാനുണ്ട്, ചില പാപമേഖലകളെ മനസ്സിലാക്കി തിരുത്തേണ്ടതുണ്ട്. എങ്കിലേ പരിശുദ്ധാത്മാവേ എന്നെ പഠിപ്പിക്കണമേ. ഇന്ന് പരിശുദ്ധ അമ്മ നമ്മളെല്ലാവരെയും ഒരു പുതിയ പാഠം പഠിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, പരിശുദ്ധ അമ്മയുടെ ഉള്ളിൽ ഉണ്ടായ ചില മാറ്റങ്ങൾ. ഇന്നലെ നമ്മൾ പറഞ്ഞത് ചുറ്റുവട്ടത്തും സാഹചര്യങ്ങളിൽ ഭൗതിക മേഖലകളിൽ ഉണ്ടായ അനേക മാറ്റങ്ങളെ കുറിച്ചാണെങ്കിൽ, ഇന്ന് നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പരിശുദ്ധ അമ്മയുടെ സ്വഭാവത്തെ പരിശുദ്ധാത്മാവ് കടന്നു വന്നതോടുകൂടി മാറ്റിമറിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മള് തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ പഠിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, പരിശുദ്ധ അമ്മയുടെ സംസാര ശൈലി മാറി. രണ്ടാമത്തെ കാര്യം, പരിശുദ്ധ അമ്മയുടെ പ്രവൃത്തിയും മാറി. വാക്കും പ്രവൃത്തിയും ടോട്ടൽ ചേഞ്ച്, അടിമുടി മാറി. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 39ഉം 40ഉം. സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 1 വേഴ്സ് 39 and 40. നമുക്ക് വളരെ പരിചിതമായ വചനമാണ്. അതുകൊണ്ട് ഇവിടെ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാകും. നിങ്ങൾ ഒരുമിച്ചത് വായിക്കണേ, ശ്രദ്ധിച്ചു വായിച്ചോളൂ. ലൂക്കാസ് വിശേഷം 1-ാം അധ്യായം 39ഉം 40ഉം വായിക്കാം. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. നെക്സ്റ്റ് സെന്റൻസ് ശ്രദ്ധിച്ചോളൂ. അവൾ സക്രിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. ശ്രദ്ധിക്കണം, പരിശുദ്ധ മറിയം ഒരു വീട്ടിലോട്ട് കടന്നു ചെന്ന് കഴിഞ്ഞിട്ട് ആ വീട്ടിൽ പരിശുദ്ധ മറിയം ചെയ്ത ആദ്യത്തെ പ്രവൃത്തി എന്താ? ഇപ്പൊ വായിച്ചതാ. എന്താണ് പറഞ്ഞത് പരിശുദ്ധ മറിയം? പരിശുദ്ധ മറിയം, വചനം പറയുന്നു, മറിയം എലിസബത്തിനെ സക്രിയായെ അഭിവാദനം ചെയ്തു. എന്ത് ചെയ്തു? ഒന്നും കൂടെ പറഞ്ഞേ, എന്ത് ചെയ്തു? അഭിവാദനം ചെയ്തു എന്ന് പറഞ്ഞാൽ ഗ്രീറ്റ് ചെയ്തു. നമ്മളൊക്കെ പരസ്പരം ഗ്രീറ്റ് ചെയ്യുന്നവരാണ്. ഭാരതീയ ഒരു പശ്ചാത്തലത്തിൽ, സംസ്കാരത്തിൽ പരസ്പരം ഗ്രീറ്റ് ചെയ്യുന്ന എങ്ങനെയാ? നമസ്തേ എന്നൊക്കെ പറയും അല്ലേ? ക്രിസ്തീയ പശ്ചാത്തലത്തിലാണെങ്കിൽ എങ്ങനെയാ പറഞ്ഞേ? നമ്മൾ അച്ഛന്മാര് മാത്രമല്ല, പരസ്പരമൊക്കെ ഗ്രീറ്റ് ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ എന്നാണ്. ഇനി അല്പം കൂടെ ഒരു കരിസ്മാറ്റിക് ചൊവ്വയുള്ള ആളാണെങ്കിൽ ഇങ്ങനെ പറയും പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ് അല്ലേ? അപ്പൊ നമ്മൾ ഒരാളെ കാണുമ്പോൾ പറയും പ്രൈസ് ദി ലോർഡ് എന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ചിലരെയൊക്കെ പ്രൈസ് ദി ലോർഡ് ചേട്ടൻ, പ്രൈസ് ദി ലോർഡ് ചേച്ചി എന്നൊക്കെ വിളിക്കുന്നത് അല്ലേ? കാരണം ഒരാളെ കാണുമ്പോഴത്തേക്ക് നമ്മൾ ഗ്രീറ്റ് ചെയ്യുന്ന എങ്ങനെയാ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധ മറിയം യഹൂദ പശ്ചാത്തലത്തിൽ അവരുടെ ഒരു ഗ്രീറ്റിങ്ങിന് ഒരു പ്രത്യേകതയുണ്ട്. ആ വീട്ടിലോട്ട് കടന്നു ചെന്നപ്പോൾ മറിയം എലിസബത്തിനെ അഭിവാദനം ചെയ്തത്, ആ പശ്ചാത്തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹൂദ പശ്ചാത്തലത്തിന്റെ രീതി, അവര് സ്നേഹം ആ കുടുംബത്തിലേക്ക് പങ്കുവെക്കുന്നത് ശാലോം, സമാധാനം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ശാലോം എന്ന വാക്കിന്റെ അർത്ഥം സമാധാനം, സമാധാനം. അവരെന്ത് ചെയ്യും? അവർ പരസ്പരം ഒന്ന് ഹഗ് ചെയ്യും, പരസ്പരം ഒന്ന് അഭിവാദനം അർപ്പിക്കുന്നത് ഒന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് പറയും ശാലോം, സമാധാനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഒരു വീട്ടിലോട്ട് കടന്നു ചെല്ലുമ്പോൾ എന്താണ് മറിയം പറഞ്ഞത്? പറഞ്ഞേ, സമാധാനം. ഒരു വീട്ടിലോട്ട് കടന്നു ചെന്നാൽ ഒരു വ്യക്തിയെ നമ്മൾ കാണുമ്പോൾ നമ്മൾ ആ വ്യക്തിക്ക് കൊടുക്കേണ്ടത് എന്താണ്? സമാധാനം. നമ്മുടെ വീട്ടിലോട്ട് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ വീട്ടുകാരെന്ത് പറയുന്നു? ശല്യം വന്നല്ലോ എന്നാണോ?
അല്ലല്ല, ദേ വരുന്നു, സമാധാനം വരുന്നു. ആണോ? പരിശുദ്ധ മറിയം എലിസബത്തിന്റെ സക്കറിയായുടെ വീട്ടിലോട്ട് കടന്നു ചെന്നപ്പോൾ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാവോ? പരിശുദ്ധ മറിയം എലിസബത്തിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ശാലോം, സമാധാനം. അടുത്തിരിക്കുന്ന ആളുടെ ഒന്ന് കൈക്കൊന്ന് പിടിച്ചൊന്ന് കുലുക്കിക്കൊണ്ട് പറഞ്ഞേ, ശാലോം, ശാലോം, ശാലോം. ശാലോം, സമാധാനം. മറിയം ഇതാ എലിസബത്തിന് സമാധാനം കൊടുത്തു, സക്കറിയായ്ക്ക് സമാധാനം കൊടുത്തു. ഉടനെ എന്ത് സംഭവിച്ചുവെന്ന് ബൈബിള് പഠിപ്പിക്കുന്നു. ഒന്ന് വായിച്ചേ, തൊട്ടടുത്ത വചനം, 41-ാം തിരുവചനം, ചാപ്റ്റർ 1 വേഴ്സ് 41. വായിച്ചേ. മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. കണ്ടോ? എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. തൊട്ടടുത്ത വചനം എന്താണ്? എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സാധാരണപ്പെട്ട മറിയം പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ പോയ ഇടത്ത് സംസാരത്തിൽ വലിയ വ്യത്യാസം. കണ്ടുമുട്ടിയ ആൾക്ക് സമാധാനം കൊടുക്കുന്നു എന്ന് മാത്രമല്ല, ചെല്ലുന്ന ഇടത്തൊക്കെ ദേ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വ്യക്തികളിൽ നിറയാൻ തുടങ്ങുന്നു. ഇവിടെ ഇരുന്നു കൊണ്ട് ഇത് ധ്യാനിക്കുമ്പോൾ സ്വയം ചിന്തിക്കേണ്ട ചിന്ത എന്താണെന്നറിയാവോ? എൻ്റെ സാന്നിധ്യം, എൻ്റെ സംസാരം, എൻ്റെ പ്രവൃത്തി മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുന്നുണ്ടോ? എൻ്റെ എന്ന് പറഞ്ഞ ആരുടെയാ? ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും സംസാരം, പ്രവൃത്തി, സാന്നിധ്യം മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുന്നുണ്ടോ? ചിലപ്പോൾ നമ്മളിങ്ങനെ വട്ടം കൂടി ഇന്ന് വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വേറെ ഒരാൾ ഇങ്ങനെ വരുന്ന കാണുമ്പോൾ ദേ ശല്യം വരുന്നു. ഓക്കെ, അപ്പം ഞാൻ പോവുകയാണേ. എന്താ അങ്ങനെ പറയുന്നേ? കാരണം ആ വരുന്ന ആളുടെ പറച്ചിലും സാന്നിധ്യവും സംസാര രീതികളൊന്നും നമുക്ക് അത്ര ഇഷ്ടമല്ല, ചൊറിച്ചില്ല, ശല്യമാണ്. മറിയത്തിന്റെ പ്രത്യേകതയെക്കുറിച്ച് വചനം പഠിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മയുടെ സംസാര ശൈലി മാറി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പരിശുദ്ധ അമ്മയെ കുറിച്ച് വചനം മുന്നോട്ട് പോകുമ്പോൾ വായിക്കുന്നത് എന്താണെന്നറിയാവോ? പരിശുദ്ധ മറിയം ആ വീട്ടിൽ നിന്നുകൊണ്ട് സ്തോത്രഗീതം പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി. വേണമെങ്കിൽ ആ വീട്ടിൽ ചെന്നിരുന്ന് പിറുപിറുക്കാം, ആ വീട്ടിൽ ചെന്നിരുന്നുകൊണ്ട് സങ്കടങ്ങൾ പറയാം, ആ വീട്ടിൽ ചെന്നിരുന്നുകൊണ്ട് ഇന്നലകളിലെ കൈപ്പേറിയ അനുഭവങ്ങൾ പങ്കുവയ്ക്കാം. എന്നാൽ മറിയം അങ്ങനെ ഒന്നും ചെയ്തില്ല. മറിയം എന്തു ചെയ്തു? മറിയത്തിന്റെ സംസാരത്തിൽ പരിശുദ്ധാത്മ സാന്നിധ്യം ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പരിശുദ്ധ മറിയം എന്റെയും നിന്റെയും സ്വഭാവത്തോട് പറയുന്ന ഒന്നാമത്തെ കാര്യം, നിന്റെ സംസാരം ശ്രദ്ധിക്കണം. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, നിന്റെ സംസാരം ശ്രദ്ധിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സംസാര ശൈലി വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ഇവിടെ നിന്ന് കുറെ നേരം കൈയടിക്കുന്നു, പാട്ടുപാടുന്നു, ദൈവസ്തുതികൾ ആലപിക്കുന്നു, ഇത് മാത്രം പോരെന്ന്. മറിച്ച് ഈ പ്രാർത്ഥിക്കുന്നതെല്ലാം നമ്മുടെ സ്വഭാവത്തിലോട്ട് വരണം. ഇവിടെ നിന്ന് ശുശ്രൂഷ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ കാര്യമായ വ്യത്യാസം ഉണ്ടായിരിക്കണം. ആരുടെ സ്വഭാവത്തില്? നമ്മുടെ ഓരോരുത്തരുടെയും സ്വഭാവത്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യമാണോ എന്ന് അറിഞ്ഞുകൂടാ, എന്നാലും ഞാൻ ചോദിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചോദിക്കട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വഭാവം ഇഷ്ടമാണോ? ചേച്ചി പോവാണോ? ചോദ്യം കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വഭാവം ഇഷ്ടമാണോ? അല്ലേ? എന്തെങ്കിലുമൊക്കെ പറ. ഇഷ്ടമാണോ? വീട്ടുകാരടുത്തില്ലാത്തത് ഭാഗ്യം. അവർക്കല്ലേ അറിയാവൂ നമ്മുടെ സ്വഭാവം. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വഭാവം സത്യമായി ഇഷ്ടമാണോ? ചിലതൊക്കെ ഇഷ്ടമാണ്, ചിലതൊക്കെ ഒന്നും പിടിക്കുന്നില്ല. ചില സമയത്ത് നമുക്ക് നമ്മളെ തന്നെ പിടുത്തം കിട്ടണില്ല. അപ്പൊ വീട്ടുകാർ ചോദിക്കുന്നു, നിനക്കെന്നാ പറ്റി? നാട്ടുകാർ ചോദിക്കുന്നു, ഇടാ നീ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ, അല്ലേ? നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ പോലും ചോദിക്കുന്നു, ഇതെന്നാ പറ്റിയേ? നമുക്ക്
നമ്മുടെ സ്വഭാവം ചില സമയത്ത് പിടിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഓർത്തോണം, നമ്മുടെ സ്വഭാവത്തിൽ നമുക്കിഷ്ടമല്ലാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടെന്ന്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചേ, നിനക്ക് നിന്റെ സ്വഭാവം ഇഷ്ടമാണ്? ചോദിച്ചേ. ഉള്ള നല്ല ചോദ്യം. ചോദിച്ചത് ചോദിച്ചു, ഇനി മേലിൽ ചോദിച്ചേക്കരുത്. എൻ്റെ സ്വഭാവത്തെ ചോദ്യം ചെയ്യാൻ വന്നിരിക്കുന്നല്ലേ. അതുകൊണ്ടല്ലേ ഇടയ്ക്ക് വഴക്കൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ചിലര് പറയത്തില്ലേ, എൻ്റെ സ്വഭാവം എടുപ്പിക്കരുത് എന്ന് പറഞ്ഞ എന്തുവാ? നീ കാണാത്ത വേറെ ഒരു സ്വഭാവം എൻ്റെ ഉള്ളിലുണ്ടെന്ന്, എൻ്റെ സ്വഭാവം എടുപ്പിക്കരുതെന്നൊക്കെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ മരിയം കൺവെൻഷനിലൂടെ പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? നിങ്ങൾ വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്തണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മുടെ സ്വഭാവ രീതികളിൽ കുറെ കാര്യങ്ങൾ ശരിയാക്കാനുണ്ടെന്ന്, കുറെ കാര്യങ്ങൾ ശരിയാക്കാനുണ്ട്. നമ്മുടെ ഒരു പ്രത്യേകത എന്നാണെന്നറിയാവോ? നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ കാരണം മറ്റുള്ളവരാണെന്നാണ് നമ്മുടെ ഒരു ചിന്ത, പൊതുവെയുള്ള ഒരു ചിന്ത, അല്ലേ? ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് ഒരു ഇടവകയിൽ ഒരു കുടുംബത്തെക്കുറിച്ചൊരു ക്ലാസ് എടുക്കാൻ പോയി. അപ്പോൾ ഈ ക്ലാസ് എടുത്ത്, അപ്പോൾ അവിടുത്തെ ഈ അമ്മമാരുടെ സംഘടന, ഇവിടെ ഉണ്ടോ? അമ്മമാരുടെ വലിയ കൂട്ടായ്മയുണ്ട്, മാതൃവേദി എന്നാണ് അവിടെ. ഇവിടെ എന്താ? മാതൃവേദി. അപ്പോൾ മാതൃവേദിയിലെ അവരാണ് ഇതെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്ലാസ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ മാതൃവേദിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ചേച്ചി പറഞ്ഞു, അച്ഛാ വാ ചായ കുടിക്കാം. ഞാൻ പറഞ്ഞു താങ്ക് യു ചേച്ചി. അപ്പോൾ ചായ കുടിക്കാൻ പോകുമ്പോൾ ചേച്ചി എന്നോട് പറയുവാണ്, അച്ഛാ ക്ലാസ് നന്നായിരുന്നു. ഞാൻ പറഞ്ഞു താങ്ക് യു. പക്ഷെ അച്ഛാ ഒരു സങ്കടം. ഞാൻ ചോദിച്ചു എന്തുവാ ചേച്ചി? അച്ഛാ കേൾക്കേണ്ട ആള് വന്നിട്ടില്ല. ഞാൻ ചോദിച്ചു അതാരാ? എൻ്റെ കെട്ടിയവൻ, എൻ്റെ ഭർത്താവ് വന്നിട്ടില്ല. അയ്യോ, അച്ഛൻ പറഞ്ഞ ഓരോ സംഭവങ്ങളും എൻ്റെ അച്ഛാ കൃത്യം എൻ്റെ ഭർത്താവിനെ കുറിച്ചാ, കൃത്യം എൻ്റെ ഭർത്താവിനെ കുറിച്ചാ. വന്നിട്ടില്ല അച്ഛാ, വരത്തുമില്ല. ഞാൻ പറഞ്ഞു ചേച്ചി, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ചേച്ചിക്ക് വിഷമമൊന്നും തോന്നരുത്. ഞാനേ ആ 2 മണിക്കൂറും പ്രസംഗിച്ചത് ചേച്ചിയുടെ ഭർത്താവിനെ കുറിച്ചല്ല. പിന്നെ ആരെക്കുറിച്ചാ അച്ഛാ? ഞാൻ പറഞ്ഞു ചേച്ചിയെ കുറിച്ചാ. എന്നെ കുറിച്ചോ? എനിക്കെന്താ കുഴപ്പം? കുഴപ്പമുള്ളൂ. ഇവിടെ ഇരിപ്പുണ്ട് ചിലര്, വിളിച്ചതാച്ച വന്നിട്ടില്ല, അവിടെ കിടക്കോ, വീട്ടിൽ കിടപ്പുണ്ട്, വന്നിട്ടില്ല. പറഞ്ഞതാച്ച വരം, വന്നിട്ടില്ല. ദേ ഇങ്ങോട്ട് നോക്കിക്കേ എൻ്റെ പ്രിയപ്പെട്ടവരെ, വീട്ടിലിരിക്കുന്നവരും നാട്ടിലിരിക്കുന്നവരൊക്കെ അവിടെ ഇരിക്കട്ടെ എന്ന്. ഈ മരിയം കൺവെൻഷനിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്തെന്നറിയോ? പരിശുദ്ധ മറിയത്തിലുണ്ടായ സ്വഭാവത്തിലെ വ്യത്യാസം, മാറ്റം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണമെന്ന്. ആരുടെ? പലതരം നെഞ്ചത്ത് തട്ടിക്കൊണ്ട് പറഞ്ഞ എൻ്റെ ജീവിതത്തിലും മാറ്റം വേണം. പറയാനൊരു ബുദ്ധിമുട്ടുണ്ട്. മറ്റുള്ളവരെ നന്നാക്കാനാണ് ഈ ഓട്ടം മുഴുവൻ, അല്ലേ? മിക്കവാറും ശ്രദ്ധിച്ചോളൂ, നമ്മുടെ വീട്ടിലുള്ള മിക്കവാറും യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ ശരിയാക്കാനാണ്. നീ 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 ശരിയല്ല, നീ പണ്ടേ ശരിയല്ല, അല്ലേ? ഇങ്ങനെ ഇരുന്നുകൊണ്ട് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് നമ്മുടെ വീട്ടിലെ എല്ലാ തകർച്ചകളെ എണ്ണിപ്പെടുക്കുന്ന ആ സ്വഭാവം മാറ്റണം. നാള് ഒരു ഭാര്യയും ഭർത്താവും കൂടെ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാ. പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ഭർത്താവ് പറഞ്ഞു, അച്ഛൻ പറഞ്ഞാൽ എൻ്റെ ഭാര്യ കേൾക്കും, അച്ഛൻ അവളെ ഒന്ന് ഉപദേശിക്കണം. ഞാൻ ചോദിച്ചു എന്തിനു ഉപദേശിക്കണം? കാര്യമുണ്ട് അച്ഛാ, ഞാൻ ദേഷ്യക്കാരനാണെന്ന് ഇവക്കറിയാമല്ലോ, അതനുസരിച്ച് അവള് പെരുമാറണ്ടേ അച്ഛാ. അവള് പെരുമാറുന്നില്ല അച്ഛാ, അച്ഛൻ അവളെ ഉപദേശിച്ച് ശരിയാക്കണം. കേട്ടോ? ആർക്കാ ദേഷ്യം? കേട്ടില്ലേ? ഒന്നും കൂടെ പറയാം. ഭർത്താവ് പറയാണ്, അച്ഛാ എൻ്റെ ഭാര്യ, അവളെ ഉപദേശിച്ച് ശരിയാക്കണം, കാരണം ഞാൻ ദേഷ്യക്കാരനാണെന്ന് അവക്കറിയാമല്ലോ, അതനുസരിച്ച് അവള് പെരുമാറണ്ട, അവള് പെരുമാറുന്നില്ല അച്ഛാ, അവളെ ഉപദേശിച്ച് ശരിയാക്കണം. ആർക്കാ ദേഷ്യം? പറയൂ. അപ്പൊ ആർക്കാ മാറ്റം വേണ്ടത്? ഭാര്യയ്ക്കോ? കൊള്ളാം, തൃശ്ശൂരുകാരിങ്ങനെ ഇരുന്നു. ദേഷ്യമുള്ളത് ആർക്കാ? അപ്പൊ അയ്യാക്കല്ലേ മാറ്റം വേണ്ടത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എൻ്റെ പൊന്നു ചേട്ടനല്ലേ ദേഷ്യം, അപ്പൊ ചേട്ടനല്ലേ ഈ സ്വഭാവം ഒന്ന് മാറ്റേണ്ടത്. ആ പുള്ളി എന്നെ ഇങ്ങനെ അടിമുടി നോക്കിയിട്ട് പറഞ്ഞു, അച്ഛൻ എൻ്റെ കുടുംബത്തെക്കുറിച്ച് കാര്യമായിട്ടൊന്നും അറിയത്തില്ലെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല. അച്ഛൻ ഇന്ന വീട്ടുപേര് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ആ വീട്ടിലെയാ ഞാൻ. അച്ഛാ ഞങ്ങള് പാരമ്പര്യമായിട്ട് ദേഷ്യക്കാരാ. ഇവിടെ ഇരിപ്പുണ്ട് ചിലര്,
ഞങ്ങള് പാരമ്പര്യമായിട്ട് പണ്ട് മുതൽ ഞങ്ങൾ ഇങ്ങനെയാച്ച, ഞങ്ങൾ ഇങ്ങനെയാണ്. ആര് മാറിക്കോണം? ബാക്കിയുള്ളവർ മാറിക്കോണമെന്ന്. എന്നിട്ട് നമ്മള് മലയാളത്തിലെ ചില പഴമൊഴികൾ കൂട്ടിന് പിടിക്കും. ഏത്? ചൊട്ടയിലെ ശീലം ചൊടല വരെ ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ ആയിരിക്കും, അല്ലേ? പെട്ടി പോണവരെ ഇങ്ങനെയായിരിക്കും. ഏത് പെട്ടി? ട്രങ്ക് പെട്ടിയല്ല, ശവപ്പെട്ടി, അല്ലേ? ചിലരുടെ ചിന്ത ഇങ്ങനെ, ഞാൻ ചെറുപ്പത്തിൽ ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ ആയിരിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, എത്ര പ്രായമുണ്ടെങ്കിലും എത്ര പ്രായം കുറവാണെങ്കിലും ഏത് ജീവിതാവസ്ഥയാണെങ്കിലും ഈ മരിയൻ കൺവെൻഷനിൽ പരിശുദ്ധ അമ്മ എന്നെയും നിന്നെയും പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാവോ? നിന്റെ സ്വഭാവത്തിൽ ഒരു മാറ്റം വേണം. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കൈ കൊടുത്തോണ്ട് പറഞ്ഞ്, നിന്റെ സ്വഭാവത്തിൽ ഒരു മാറ്റം വേണം. കൊള്ളാം. ആ ചേച്ചിക്ക് ഭയങ്കര സന്തോഷമായി. കുറച്ച് നാളെ പറയണമെന്ന് ആഗ്രഹിച്ചൊരു കാര്യമാണ്. നിന്റെ സ്വഭാവത്തിൽ ഒരു മാറ്റം വേണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പ്രാർത്ഥനയുണ്ട്. ലത്തീൻ കുർബാനയിൽ ആരംഭത്തിലൊരു പ്രാർത്ഥനയുണ്ട്. എന്താണെന്നറിയോ? സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. അറിയാവുന്നവർ എൻ്റെ കൂടെ പ്രാർത്ഥിക്കണേ. വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. അത് കഴിഞ്ഞെന്തുവാ? അറിയാമല്ലോ, ഒന്ന് പറഞ്ഞേ. എൻ്റെ പിഴ. അതെങ്ങനെയാ പറയണ്ടേ? ഇങ്ങനെയല്ല പറയേണ്ടത്. എങ്ങനെയാ പറയണ്ടേ? വലത് കൈ ഉണ്ടോ? ഞാൻ പഠിപ്പിച്ചു തരാം. വലത് കൈ ഒന്നെടുത്തേ. കൊള്ളാം. വലത് കൈ ഇല്ലേ? വലത് കൈ ആ നെഞ്ചത്തോട്ട് വെച്ച് എന്നിട്ട് പറഞ്ഞ്, എൻ്റെ പിഴ. ഒച്ചത്തിപ്പറ. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ഒന്നും കൂടെ പറഞ്ഞേ. നമ്മുടെ വീട്ടിൽ എന്തോ പറയുന്നേ? നിന്റെ പിഴ, നിന്റെ പിഴ, നിന്റെ വലിയ പിഴ. നീയാണ് കാരണം. നിന്നെ കെട്ടിയ അന്ന് മുതൽ സമാധാനം ഇല്ല. ഞാൻ എങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്നതാ? നിന്നെ കല്യാണം കഴിച്ച അന്ന് തൊട്ട് സമാധാനം ഇല്ല, അല്ലേ? നീ ജനിച്ച അന്ന് മുതൽ സമാധാനം ഇല്ല. കഴിഞ്ഞ ദിവസം ഒരു കോളേജിൽ പഠിക്കുന്ന ചെറുക്കൻ പറഞ്ഞു, അച്ഛാ ഞാൻ ഈ ധ്യാന കേന്ദ്രത്തിൽ ഇവിടെ എന്തെങ്കിലും ജോലി ചെയ്ത് ഇന്നോളാം, വീട്ടിൽ പോകുന്നില്ല. ഞാൻ പറഞ്ഞു, അതെന്തുവാടെ? അച്ഛാ വീട്ടിൽ പോകാമല്ലോ, രാവിലെ തൊട്ട് അപ്പം തുടങ്ങും. ഈ വീട്ടിലെല്ലാ കഷ്ടതയ്ക്കും കാരണം നീ ജനിച്ച അന്ന് മുതൽ ഈ വീട്ടിൽ കഷ്ടപ്പാടാ. അത്രയും നാൾ സ്വർഗമായിരുന്നു, നീ വന്ന അന്ന് മുതൽ നരകമാണ്. അച്ഛാ ഞാൻ ഇവിടെ എന്തെങ്കിലും ജോലി ചെയ്ത് നിന്നോളാം. രാവിലെ തൊട്ട് ഈ കുറ്റം പറച്ചിലാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ ഈ ശുശ്രൂഷ സമയത്ത് എന്നെയും നിന്നെയും പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാവോ? മറ്റുള്ളവരെ നന്നാക്കാൻ വേണ്ടി ഓടണ്ടെന്ന്, മറ്റുള്ളവരെ നന്നാക്കാൻ വേണ്ടി വിഷമിക്കേണ്ടെന്ന്. ആദ്യം നമുക്ക് സ്വയം നന്നാവാം. നമ്മുടെ സ്വഭാവത്തിലെ കുറവുകളെ കണ്ടെത്തി അത് നമുക്ക് പരിഹരിക്കാം. അതിനാണ് പരിശുദ്ധ അമ്മ നമ്മളെല്ലാവരും ചേർത്ത് ഈ കൂടാരത്തിൽ കൊണ്ട് ഇരുത്തിയിരിക്കുന്നത്. വിശ്വസിക്കുന്നവര് രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ ആമേൻ പറഞ്ഞേ. ഉച്ചത്തിൽ പറഞ്ഞേ. ആമേൻ, 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 ആമേൻ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? പരിശുദ്ധ അമ്മയിൽ നിന്ന് നമ്മൾ പഠിക്കണം. പരിശുദ്ധ അമ്മയിൽ നിന്ന് നമ്മൾ പഠിക്കുമ്പോൾ ആദ്യത്തെ കാര്യം പരിശുദ്ധ അമ്മയുടെ സംസാര ശൈലിയാണ്. പരിശുദ്ധ അമ്മയുടെ സംസാര ശൈലി അടിമുടി മാറ്റിമറിക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഒരാളെ കണ്ടു കഴിയുമ്പോൾ, ഒരു വീട്ടിലോട്ട് കടന്നു ചെല്ലുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സംസാര ശൈലി എന്താണ്? ആ വീട്ടിൽ സമാധാനം കൊടുക്കുന്ന ഒരു സംസാര ശൈലി. ആ വീട്ടിലെ അവസ്ഥ എത്ര ദുരിതമുള്ളതാണെങ്കിലും, ഇപ്പൊ നമ്മൾ ശ്രദ്ധിച്ചോളൂ, എലിസബത്തിന്റെ വീട്ടിലോട്ട് കടന്നു ചെല്ലുമ്പോൾ അവിടുത്തെ അവസ്ഥ അത്രമേൽ ഡാർക്കാണ്. ന്യൂജൻ വാക്കാണത്. അത്രമേൽ ഡാർക്കാണ്, അല്ലേ? ചില പിള്ളേര് പറയത്തില്ല ഇതെന്തൊരു ഡാർക്ക് സീനാണെന്നൊക്കെ ചോദിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമേൽ ഇരുട്ടാണ്, അത്രമേൽ നെഗറ്റീവാണ്. എന്നാൽ പരിശുദ്ധ അമ്മ വീട്ടിലോട്ട് കടന്നു ചെന്നപ്പോൾ മുതൽ അന്തരീക്ഷം മാറാൻ തുടങ്ങി. അന്തരീക്ഷം മാറാൻ തുടങ്ങി. കാരണം എന്തെന്നറിയോ? പരിശുദ്ധ അമ്മയുടെ ഉള്ളിൽ എന്തുണ്ട്? പരിശുദ്ധാത്മാവ് വചനമായിട്ട് പിറന്നിരിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ഇങ്ങനത്തെ വചന ശുശ്രൂഷ സമയങ്ങളിൽ അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കുന്നത്. കാരണം നമ്മുടെ ഉള്ളിലേക്ക് എന്താ കിട്ടുന്നത്? വചനമാണ് കിട്ടുന്നത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ. നമ്മുടെ ഈ ശുശ്രൂഷയും അപ്പുറത്തുള്ള ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാരുടെ പൊതുസമ്മേളനങ്ങളും തമ്മിൽ എന്താ വ്യത്യാസം? എന്താ വ്യത്യാസം? എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? എന്താ വ്യത്യാസം?
പറഞ്ഞേ, എന്ത് വ്യത്യാസം? ഇവിടെ ഇപ്പൊ നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു, കൈയടിക്കുന്നു, പാട്ട് പാടുന്നു, എല്ലാം നല്ലത്. നമ്മളും ഈ പൊതുസമ്മേളനം നടക്കുന്നു, രാഷ്ട്രീയ പാർട്ടികളാവാം, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഗാനമേളയ്ക്ക് ആളുകൾ ഒരുമിച്ച് കൂടുന്നു, അവരും അവിടെ കൈയടിക്കുന്നു, പാട്ടൊക്കെ പാടുന്നു, നമ്മളെക്കാളും നന്നായിട്ട് കൈയടിക്കുന്നു. എൻ്റെ ചോദ്യം, നമ്മളും അവരും തമ്മിൽ എന്ത് വ്യത്യാസം? എന്ത് വ്യത്യാസം? പറ, വാ തുറന്നു പറ, എന്താ വ്യത്യാസം? നമ്മൾ ഇവിടെ കേൾക്കുന്നത് വചനമാണ്. വചനം ഒരു വ്യക്തിയുടെ ഉള്ളിലോട്ട് പ്രവേശിക്കുമ്പോൾ ആ വ്യക്തിയുടെ സ്വഭാവ രീതികൾ അടിമുടി മാറ്റിമറിക്കപ്പെടും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിങ്ങള് ഈ കേരള ചരിത്രം എടുത്ത് പഠിച്ചു നോക്കൂ. ഡിവൈൻ ധ്യാന ശുശ്രൂഷകളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഒത്തിരി അറിയാം. ഈ കേരളത്തിൽ ഇപ്പോൾ 120-ലധികം ധ്യാന കേന്ദ്രങ്ങളുണ്ട്. 120-ലധികം ചെറുതും വലുതുമായ ധ്യാന കേന്ദ്രങ്ങളുണ്ട്. ഇഷ്ടംപോലെ ശുശ്രൂഷ മേഖലകളുണ്ട്. ഒരു കാലഘട്ടത്തിൽ ഒരു ശുശ്രൂഷയിൽ നിന്ന് വരുന്ന ദൈവജനത്തിന്റെ മാനസാന്തരം ശ്രദ്ധിച്ചിട്ടുണ്ടോ? മാനസാന്തര അനുഭവങ്ങൾ അല്പസമയം മുമ്പ് ബ്രദർ വർഗീസ് ഇവിടെ പറഞ്ഞ് പങ്കുവച്ചില്ലേ? ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവി തരിക. ഒരു പാട്ടിന്റെ വരി കേട്ടപ്പോൾ ജീവിതത്തിൽ ആയിരുന്നൊരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്കൊരു മാറ്റം. ഇത് ഒരു ഉദാഹരണമല്ല. ഇവിടെ ഇരിക്കുന്ന അനേകർക്ക് പറയാനുള്ള അനേകം അനുഭവങ്ങളുണ്ട്. വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയുടെ മുന്നിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഹല്ലേലൂയാ. വിശ്വസിക്കുന്നവർ നല്ല കയ്യടി കൊടുത്തു നന്ദി പറഞ്ഞേ. വെളിപാടിന്റെ പുസ്തകം 1-ാം അധ്യായം 3-ാം തിരുവചനം ഒന്ന് വായിച്ചേ. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 1:3. വെളിപാടിന്റെ പുസ്തകം 1-ാം അധ്യായം 3-ാം തിരുവചനം. നല്ല ഒന്നാന്തരം വചനം. ആരാണ് അനുഗ്രഹിക്കപ്പെട്ടവർ? ആരുടെ ജീവിതത്തിലാണ് ദൈവത്തിന്റെ പ്രവർത്തികൾ അനുഗ്രഹമായിട്ട് മാറുന്നെന്ന് വചനം പഠിപ്പിക്കുന്നുണ്ടെന്ന് വായിക്കാം. ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പാലിക്കുന്നവരും അനുഗ്രഹീതർ. കണ്ടോ വചനം പറയാണ് ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധ ഗ്രന്ഥം ഇത് വായിക്കുന്നവർ അനുഗ്രഹീതരാണ്. ഇത് ഏറ്റു പറയുന്നവർ അനുഗ്രഹീതരാണ്. ഇത് പാലിക്കുന്നവർ അനുഗ്രഹീതരാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന അനുഗ്രഹത്തിന്റെ അടിസ്ഥാനത്തെ കുറിച്ചാണ് വചനം പഠിപ്പിക്കുന്നത്. എങ്ങനെയാണ് ഒരു കുടുംബം, ഒരു വ്യക്തി ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നത്? വചനത്തോട് ബന്ധമുണ്ടെങ്കിൽ വചനം ആ ജീവിതത്തെ അടിമുടി മാറ്റിമറിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ഞാൻ കൊച്ചു ഉദാഹരണം പറയാം. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ചേട്ടൻ, ഒരു ബിസിനസ്സുകാരനാണ്, അദ്ദേഹം വന്നിട്ട് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, അച്ഛാ എനിക്ക് ഉറക്കമില്ല. ഇയാള് ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ഒക്കെ നടത്തി ഇച്ചിരി പൊളിഞ്ഞ് പാളീസായി വളരെ ഭാരപ്പെട്ടിരിക്കുക. അദ്ദേഹം പറഞ്ഞു, അച്ഛാ എനിക്ക് ഉറക്കമില്ല, ആലോചിക്കും തോറും തലയ്ക്കകത്ത് ഇങ്ങനെ അസ്വസ്ഥത കൂടിക്കൊണ്ടിരിക്കുന്നു, എനിക്ക് ഉറക്കമില്ല, എന്ത് ചെയ്യും? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ചേട്ടാ പ്രാർത്ഥിക്കുന്നുണ്ടോ? പ്രാർത്ഥിക്കാനൊന്നും പറ്റിയ അവസ്ഥയല്ല അച്ഛാ. ഇല്ലച്ചാ, പ്രാർത്ഥിക്കാൻ അച്ഛനൊക്കെ പറയാൻ എളുപ്പ, പക്ഷെ പ്രാർത്ഥിക്കാനൊന്നും പറ്റത്തില്ല. വല്ലാത്തൊരവസ്ഥയിലൂടെ പോകുന്നു, വല്ലാത്ത വിഷമ ഉള്ളിലുണ്ടെന്ന്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ചേട്ടാ ഒരു കൊച്ചു കാര്യം. അവിടെ നിന്ന് സമ്പൂർണ്ണ ബൈബിൾ എടുത്ത് കയ്യിലോട്ട് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, സങ്കീർത്തനം 150 അധ്യായങ്ങളുണ്ട്. എത്ര അധ്യായങ്ങൾ? 150, 150 ചാപ്റ്റേഴ്സ്. 1-ാം അധ്യായം തൊട്ട് സാവധാനം വായിക്കുക. പോട്ടാശ്രമത്തിലെ നിത്യാരാധന ചാപ്പലിൽ കൊണ്ട് ഇരുത്തി. അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛാ എനിക്ക് ഉറക്കമില്ല, ഞാൻ ആകെ അസ്വസ്ഥനാണ്, അച്ഛൻ അറിയാലോ. ഞാൻ പറഞ്ഞു, ചേട്ടാ ഒന്നും വിഷമിക്കേണ്ട, ചേട്ടൻ ഇവിടെ ഇരിക്കുക. എന്നിട്ട് ഈ സങ്കീർത്തനം 1-ാം അധ്യായം തൊട്ട് പയ്യെ വായിക്കുക, സാവധാനം വായിക്കുക. പ്രിയപ്പെട്ടവരെ, രാവിലെ ഒരു 9:30 കൊണ്ട് ഇരുത്തിയതാ, ഉച്ചയായിട്ടും കാണുന്നില്ല. ഞാനപ്പോൾ ഉച്ചയ്ക്ക് ഒരു 2 മണിയായപ്പോഴത്തേക്ക് ഇതിയാനെ കാണുന്നില്ലല്ലോ എന്നോർത്ത് അവിടെ ചെല്ലുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച, അവിടെ ഇരുന്നുകൊണ്ട് ഇയാള് കൂർക്കം വലിച്ചുറങ്ങുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാൻ വിചാരിച്ചു പാപം അവിടെ ഇരുന്ന് ഉറങ്ങട്ടെ. പ്രിയപ്പെട്ടവരെ, വൈകുന്നേരമായി, ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല, ഞാൻ വിളിക്കാൻ പോയില്ല. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഇത് എഴുന്നേറ്റ് വന്നു. ഈ കയ്യിൽ ബൈബിളൊക്കെ ആയിട്ട് വന്നിട്ട് പറഞ്ഞു, അച്ഛാ എനിക്ക് മുഴുവൻ വായിക്കാൻ പറ്റിയിട്ടില്ല, പക്ഷേ അച്ഛാ ഞാൻ വായിച്ചു തുടങ്ങിയപ്പോൾ മുതൽ എന്തെന്നില്ലാത്തൊരു സമാധാനം. അച്ഛാ
ഞാൻ പലതരത്തിൽ ശ്രമിച്ചിട്ടുണ്ട് ഈ സമാധാനം കിട്ടാൻ, ഇന്നോളം കിട്ടിയിട്ടില്ല. എന്നാൽ ഞാൻ ഈ വചനം ഇങ്ങനെ വായിച്ചു തുടങ്ങിയപ്പോൾ എന്തെന്നില്ലാത്ത സമാധാനം. അച്ഛാ, ഞാൻ അവിടെ ഇരുന്ന് നന്നായിട്ട് ഉറങ്ങി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, ചേട്ടാ, കർത്താവിന് ആവശ്യം അതായിരുന്നു. ഇപ്പൊ സഹോദരന് വേണ്ടതൊരു സമാധാനമാണ്. സാവധാനം വായിക്കണം. ഞാൻ ഇദ്ദേഹത്തെ കുറിച്ച് ഇവിടെ പറയാൻ കാരണം എന്നറിയോ? ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെട്ട് സങ്കടപ്പെട്ട് നീറിപ്പൊകഞ്ഞിരിപ്പുണ്ടോ? നീ ആ വചനം വായിക്കാൻ തുടങ്ങിയാൽ നിന്റെ ജീവിതത്തിന്റെ അടിസ്ഥാന അന്തരീക്ഷം മുഴുവൻ മാറി മറിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഈ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ പ്രിയപ്പെട്ട ദൈവജനമേ, ഇത് വിശ്വസിച്ചോണം. നിന്റെ ജീവിതത്തിന്റെ അടിത്തറ മൊത്തം ഇങ്ങനെ മാറാൻ തുടങ്ങും. ഞാൻ ഇവിടെ ഈ പോട്ടാശ്രമത്തിൽ വരുന്നതിന് മുമ്പ് ഡൽഹിയിലായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം ഓർമ്മപ്പെടുത്തി. 8 വർഷത്തോളം ഡൽഹി ധ്യാന മന്ദിരത്തിലായിരുന്നു. അവിടെയായിരുന്നപ്പോഴത്തേക്ക് അവിടെ സംഭവിച്ച ഒരു കൊച്ചു സംഭവം കൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തട്ടെ. ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കേരളത്തിൽ നിന്ന് 15ഓളം നേഴ്സുമാര് വിദേശത്ത് പോകുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഒരു ഹോട്ടലിൽ വന്ന് താമസിക്കുന്നു. വിദേശത്തേക്ക് പോകാൻ അവര് 20 ലക്ഷത്തോളം രൂപ അവര് പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ സംഘടിപ്പിച്ച് ഏജന്റിന് കൊടുത്തിട്ടുണ്ട്. അവരെല്ലാം റെഡിയാണ്, പോകാൻ നിൽക്കുക. അങ്ങനെ നിൽക്കുമ്പോഴാണ് പോകുന്നതിന്റെ തലേ ദിവസം ഏജന്റ് പണവുമായിട്ട് മുങ്ങി. മലയാളിയാണ് ഏജന്റ്, അതങ്ങനെ വരുള്ളൂ. ഏജന്റ് മുങ്ങി. പത്രത്തിലൊക്കെ വന്ന വാർത്തയാ. ഈ 15 പെൺകുട്ടികൾ കരച്ചിലും പിഴിച്ചിലും എവിടെ പോയി അന്വേഷിക്കും, കാണാനില്ല, കേൾക്കാനില്ല. പോലീസിൽ കേസ് കൊടുത്തു. ഈ പെൺകുട്ടികളുടെ വീട്ടിൽ നിന്ന് പലരും വന്നു. അന്വേഷണമായി, അങ്ങനെയായി ഇങ്ങനെയായി ഒരു 1.5 ആഴ്ചയോളം ഭയങ്കര ബഹളം ഉണ്ടായിരുന്നു. അതിനുശേഷം ബഹളമൊക്കെ തീർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാ വീട്ടുകാരും അവരവരുടെ വീട്ടിലേക്ക് പെൺകുട്ടികളെ കൊണ്ടുപോയി. ഒരു പെൺകുട്ടിയെ വീട്ടുകാർ കൊണ്ടുപോകാൻ വന്നിട്ടില്ല. സങ്കടം മാത്രം. ഈ 15 ദിവസത്തോളം അവിടെയുള്ള ഒരു മലയാളി അസോസിയേഷൻകാരാണ് ഇവരുടെ കാര്യങ്ങളൊക്കെ ടേക്ക് കെയർ ചെയ്തത്. പ്രാർത്ഥനാ ഗ്രൂപ്പിൽപ്പെട്ട ഈ മലയാളി അസോസിയേഷനിൽ ഒരു ചേട്ടൻ പറഞ്ഞു, അച്ഛാ, ഒരു പെൺകുട്ടിക്ക് അവൾക്ക് എങ്ങും പോകാൻ പറ്റിയിട്ടില്ല. അച്ഛാ, കുറച്ച് ദിവസം കൊണ്ട് നമ്മുടെ ധ്യാന കേന്ദ്രത്തിൽ നിർത്തിയാലോ? ഞാൻ പറഞ്ഞു, ശരിയാ, കുഴപ്പമില്ലല്ലോ, നമ്മുടെ ധ്യാന കേന്ദ്രത്തിൽ കൊണ്ടുവന്ന് നിർത്തിക്കോ. സത്യക്രിസ്ത്യാനിയാണ് പെൺകുട്ടി. ധ്യാന കേന്ദ്രത്തിൽ വന്ന് കഴിഞ്ഞ 1.5 ആഴ്ചത്തെ കണ്ണുനീര് മുഴുവൻ, ഉറക്കം പോലും വന്നിട്ടില്ല ഈ പെണ്ണിന്, സങ്കടം മാത്രം. ധ്യാന കേന്ദ്രത്തിൽ വരുമ്പോൾ അവൾ എൻ്റെ മുമ്പിൽ നിന്ന് കരഞ്ഞോണ്ട് ചോദിച്ചു, അച്ഛാ, ഞാൻ പ്രാർത്ഥിച്ചെടുത്ത തീരുമാനം അച്ഛാ, ഞാൻ ഈ വിദേശത്ത് പോകാൻ വേണ്ടി പ്രാർത്ഥിച്ചെടുത്ത തീരുമാനം. എത്ര സ്ഥലങ്ങളിൽ ഞാൻ ശുശ്രൂഷയ്ക്കും അതിന് ഇതിനൊക്കെ പോയിട്ടുണ്ട്. ഞാൻ ഉപവസിച്ചും പ്രാർത്ഥിച്ചും എടുത്ത തീരുമാനമാണ്. എന്നിട്ടും എന്താ അച്ഛാ ഇങ്ങനെ സംഭവിച്ചേ? അച്ഛാ, എനിക്ക് തിരിച്ച് വീട്ടിൽ പോകാൻ പറ്റിയ അവസ്ഥയല്ല. കാരണം എൻ്റെ വീട്ടിൽ ഉള്ള സ്ഥലം ബാങ്കിൽ വെച്ചിട്ട് അതിനെ പണം എടുത്തിട്ടാണ് ഞാൻ ഈ ജോലിക്ക് വന്നത്. ഇതിന് കിട്ടിയിട്ട് വേണം എൻ്റെ വീട് രക്ഷപ്പെടുത്താൻ. ഞാൻ എന്തു ചെയ്യും? ഈ പെണ്ണിനോട് എന്ത് ഉത്തരം പറയും? മറുപടി ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് ഞാൻ ഈ പെൺകുട്ടിയോട് പറഞ്ഞു, വിഷമിക്കേണ്ട, നീ ഇവിടെ താമസിക്ക്, കർത്താവ് നിനക്ക് വേണ്ടി ഒരു വഴി തുറക്കും. കർത്താവ് നിനക്ക് വേണ്ടി ഒരു വഴി തുറക്കും. എങ്ങനെ എന്തെന്നൊന്നും പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അവളുടെ കയ്യിലേക്ക് സമ്പൂർണ്ണ ബൈബിൾ, ഒരു നോട്ട് ബുക്കും പേനയും കൊടുത്തിട്ട് പറഞ്ഞു, സമയം കിട്ടുമ്പോഴൊക്കെ നിത്യാരാധന ചാപ്പലിൽ വന്നിരുന്ന് നീ വചനം വായിക്കണം, ഇഷ്ടപ്പെട്ട വചനങ്ങൾ എഴുതണം. നീ ശാന്തമാവുക, വിശ്രമിക്കുക, ദൈവം ഒരു വഴി തുറക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ കണ്ടുകൊണ്ടിരിക്കുക, ഈ പെണ്ണ് നിത്യാരാധന ചാപ്പലിന് ഇങ്ങനെ കുറേ നേരം ഇരിക്കും, പിന്നെ കുറേ നേരം വചനം വായിക്കും, കുറേ നേരം കരയും. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കരച്ചിലൊക്കെ നിന്നു. ഇവള് വചന വായനയിൽ ശ്രദ്ധ കൊടുക്കാൻ തുടങ്ങി. നോട്ട് ബുക്കിൽ വചനങ്ങളൊക്കെ എഴുതി പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് നീങ്ങുന്നു. ഒരു 4 മാസം കഴിഞ്ഞിട്ടുണ്ട്. ധ്യാനിക്കാൻ വന്ന ഒരു മലയാളിയായിട്ടുള്ള മറ്റൊരു ഏജന്റ്, അദ്ദേഹം ഇങ്ങനെ ഇതുപോലെ ജോലിയൊക്കെ കൊടുക്കുന്നവരാണ് മറ്റുള്ള വിദേശ രാജ്യങ്ങളിൽ. അദ്ദേഹത്തോട് ഞാൻ ഈ പെൺകുട്ടിയെ കുറിച്ച് സംസാരിച്ചപ്പോൾ 5 നയാ പൈസ പോലും വാങ്ങാതെ ഈ പെൺകുട്ടിയെ അദ്ദേഹം ഗൾഫിലെ ഒരു പ്രധാനപ്പെട്ട ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് ജോലി കൊടുത്തു. ഹല്ലേലൂയാ, നല്ലൊരു കയ്യടി കർത്താവായി ഈശോയ്ക്ക് കൊടുത്തേ. ഞാൻ ഇവിടെ പറയാൻ വന്നത് ഇതല്ല, ജോലി കിട്ടിയതിനെ കുറിച്ചല്ല. പ്രിയപ്പെട്ടവരെ, ഈ പെൺകുട്ടിക്ക് ജോലി കിട്ടി, അങ്ങനെ അവള് പോയി. നാളുകളേറെ കഴിഞ്ഞു. ഞാൻ ഗൾഫില് ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു ദേവാലയത്തിൽ, അവിടെ വെള്ളിയാഴ്ച ദിനത്തിൽ ഒരു ശുശ്രൂഷ നടക്കുന്നു. അന്ന് അവിടുത്തെ വികാരിയച്ചൻ പറഞ്ഞു, അച്ഛാ,
പകൽ സമയത്ത് നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടുന്ന് ഒരു 300 കിലോമീറ്റർ അകലെ അവിടെ ഒരു ക്യാമ്പുണ്ട്. നമ്മുടെ മലയാളികൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്ക് അവിടം വരെ ഒന്ന് സന്ദർശിക്കാം. അച്ഛാ, നമ്മുടെ ശുശ്രൂഷ ഉച്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ, നമുക്കുള്ള സമയത്ത് നമുക്ക് അവിടെ പോയിട്ട് വരാം. ഞാൻ പറഞ്ഞു, വാ പോകാം. അങ്ങനെ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് ഒരു കൂടാരത്തിൽ, ഒരു മണലാരണ്യത്തിലെ കൂടാരത്തിൽ ഇരുന്നു കൊണ്ട് 300ഓളം വരുന്ന മലയാളികൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയ്ക്ക് സ്റ്റേജിൽ നിന്നുകൊണ്ട് ഒരു പെൺകുട്ടിയാണ് വചനം പറഞ്ഞു കൊടുക്കുന്നത്, ഈ പ്രാർത്ഥന നിയന്ത്രിക്കുന്നത്. ഞാൻ നോക്കിയപ്പോൾ, ദൈവമേ, ഈ സ്വരം നല്ല പരിചയമുണ്ടല്ലോ, ഈ മുഖം നല്ല പരിചയമുണ്ടല്ലോ. ശുശ്രൂഷ കഴിഞ്ഞ് പുറത്തു വന്നിറങ്ങിയപ്പോൾ ഈ പെൺകുട്ടി എന്നോട് ചോദിച്ചു, അച്ഛൻ എന്നെ ഓർമ്മയുണ്ടോ? അതെ, നാളുകൾക്ക് മുമ്പ് ധ്യാനമന്ദിരത്തിൽ ഇരുന്ന് കരഞ്ഞ് 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 സങ്കടപ്പെട്ട പെണ്ണ്, വിദേശത്ത് ജോലി കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് നേഴ്സായിരുന്നു, ഏജന്റ് പറ്റിക്കപ്പെട്ട പെണ്ണ്, ആ കരഞ്ഞ പെണ്ണ് ഇവിടെ നിന്ന് വചനം പറയുന്നു. ഞാൻ ഈ പെണ്ണിനോട് ചോദിച്ചു, എന്റെ പൊന്നെ, നീ എങ്ങനെ ഇവിടെ നിന്ന് വചനം പറയുന്നു? നിന്നെ എനിക്ക് അറിയാം, നിന്റെ കണ്ണുനീരെങ്ങനെ ഞാൻ മറക്കും? അപ്പൊ ആ പെണ്ണെന്നോട് പറഞ്ഞെന്തെന്നറിയോ? അച്ഛാ, ഞാൻ ഇന്ന് ഈ വചനം പറയുന്നുണ്ടല്ലോ, അന്ന് ഞാൻ പഠിച്ച വചനമാണ്. ഞാൻ ചോദിച്ചല്ല, നിനക്ക് ജോലി കിട്ടിയില്ലേ, നീ എങ്ങനെ ഈ വചനം പറയുന്നേ? ഇവിടെ എന്താ പരിപാടി? അച്ഛാ, വെള്ളിയാഴ്ചകളിൽ എനിക്ക് അവധി ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങളിൽ ഞാൻ ഇങ്ങനെ യാത്ര ചെയ്ത് ഇവിടുത്തെ പ്രെയർ ഗ്രൂപ്പിന്റെ കൂടെ ഞാൻ ശുശ്രൂഷയ്ക്ക് പോകും. വചനം പറയാൻ കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ ഞാൻ വചനം പറയും. അച്ഛാ, അന്ന് എനിക്ക് കിട്ടിയ ജോലി ഉണ്ടല്ലോ, നല്ല ഒന്നാന്തരം ജോലി. അതിൽ നിന്ന് കിട്ടുന്ന വിഹിതം കൊണ്ട് ഞാൻ ഒത്തിരി പേരെ സഹായിക്കുന്നു. എന്ന് മാത്രമല്ല, വചനത്തിന് വേണ്ടി ഞാൻ ജീവിക്കുന്നു. ഞാൻ പറയുന്ന വചനം എന്താണെന്നറിയോ? അന്ന് ഞാൻ കണ്ണുനീരിൽ ഞാൻ പഠിച്ച വചനം. എൻ്റെ കയ്യിരിക്കുന്ന നോട്ട് ബുക്ക് ഉണ്ടല്ലോ, കണ്ണുനീരിൽ കുതിർന്ന നോട്ട് ബുക്ക്, അന്ന് എഴുതിയ വചനമാണച്ചാ ഞാൻ നെഞ്ചിനുള്ളിൽ നിന്നും പ്രസംഗിക്കുന്നത്. നല്ലൊരു കയ്യടി കർത്താവായി ഈശോയ്ക്ക് കൊടുത്തേ. വചനം വായിക്കുന്നതനുസരിച്ച്, വചനം കേൾക്കുന്നതനുസരിച്ച്, വചനം പാലിക്കുന്നതനുസരിച്ച് നിന്റെ ജീവിതത്തിന്റെ ഗതി അടിമുടി പരിശുദ്ധാത്മാവ് മാറ്റും. ഹല്ലേലൂയാ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, വചനം നിന്റെ ജീവിതത്തെ മാറ്റും. പറഞ്ഞു കൊടുത്തേ, വചനം നിന്റെ ജീവിതത്തെ മാറ്റും. പരിശുദ്ധ അമ്മയുടെ ഉള്ളിലേക്ക് വചനം കടന്നു വന്നു കഴിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മ തിടുക്കത്തിൽ എലിസബത്തിന്റെ വീട്ടിലേക്ക് പോയി. വേണമെങ്കിൽ അമ്മയ്ക്ക് ചിന്തിക്കാം, ഓ, എന്റെ അവസ്ഥ ഇങ്ങനെയാ, ഇനി ഞാൻ കുറച്ചു നാൾ റെസ്റ്റ് ചെയ്യട്ടെ. ഓടുന്ന ഈ സ്ത്രീ ഗർഭവതിയാണെന്ന് മറക്കരുത്. ജീവിതത്തിന്റെ എല്ലാ ഭാരങ്ങളുമുള്ള സ്ത്രീയാണ്. എന്നാൽ ഈ സ്ത്രീ ഓടിച്ചെന്നത്, വചനം പറയുന്നു, തിടുക്കത്തിൽ എലിസബത്തിന്റെ വീട്ടിലേക്ക് ഓടി. അവിടെ ചെന്ന് ഈ സംസാര ശൈലിയിലൂടെ അന്തരീക്ഷത്തിൽ വലിയ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വചനം സ്വീകരിക്കുന്ന വ്യക്തിയുടെ ഉള്ളിൽ അത്ഭുതകരമായ മാറ്റം, അന്തരീക്ഷത്തിലും ആ മാറ്റം ഉണ്ടാവും. വിശ്വസിക്കുന്നവർ വലതുകരം ഉയർത്തി പറ, ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ജീവിതത്തില് തകർക്കപ്പെട്ട് ഭാരപ്പെട്ട് ഒരു സ്ത്രീ വല്ലാണ്ടൊരു സങ്കടപ്പെട്ട് വലിയൊരു പ്രമാദമായ കേസിൽപ്പെട്ടൊക്കെ ഇരിക്കുന്ന അവസ്ഥയാണ്. ഇനി എന്ത് ചെയ്യണം? ആത്മഹത്യ മാത്രമേ മുമ്പിലുള്ളെന്നു ഈ സ്ത്രീ വന്നിട്ട് പറഞ്ഞതാ. അച്ഛാ, അപമാനം, നാണക്കേട്, രക്ഷയില്ല, തീർന്നു, സങ്കടം, ഭാരം തീർന്നു, ജീവിതം തീർന്നു. ഇനി എന്താ ചെയ്യണ്ടേ? ഈ സ്ത്രീക്ക് വേണ്ടി വായിച്ചപ്പോൾ കർത്താവ് തന്നൊരു സന്ദേശം. യെശയ്യായുടെ പ്രവചനം 43-ാം അധ്യായം 1-ാം തിരുവചനം. ബൈബിളുള്ളവരും തുറന്നേ. ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 43 വേഴ്സ് 1. ഇവിടെ ഇരിക്കുന്ന ആർക്കൊക്കെയോ വേണ്ടി പരിശുദ്ധാത്മാവ് സമ്മാനിക്കുന്ന ഒരു വചനമാണ്. വിശ്വസിച്ചേറ്റെടുത്തോളൂ. ഞാൻ ഈ പറയുന്ന വചനം ആ സ്ത്രീയുടെ ഉള്ളിൽ അത്ഭുതകരമായ മാറ്റമുണ്ടാക്കി. ആ സ്ത്രീ കടന്നു പോകേണ്ടിയിരുന്ന അനേക ദുരിതങ്ങളിൽ നിന്ന് ആ സ്ത്രീ രക്ഷപ്പെട്ടെന്ന് ഇവിടെ വെച്ച് ഞാൻ സാക്ഷ്യം പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന അനേകർക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു സമ്മാന വചനമാണ് യെശയ്യായുടെ പ്രവചനം 43-ാം അധ്യായം 1-ാം തിരുവചനം. ഒന്ന് വായിച്ചേ. യാക്കോബേ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്റേതാണ്. കണ്ടോ വചനത്തിന്റെ ശക്തി കണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ വചനം ആ സ്ത്രീയുടെ മുമ്പിൽ നിന്ന് വായിക്കുമ്പോൾ ഞാൻ കണ്ട കാഴ്ച, എന്റെ മുമ്പിൽ നിന്ന് സ്ത്രീയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ധാരധാരയായിട്ട് വീഴുന്നു. ആ സ്ത്രീ എന്നോട് പറഞ്ഞു, അച്ഛാ, ഇതെനിക്ക് വേണ്ടി ദൈവം എഴുതിയ വചനമാണ്.
കാരണം വചനത്തിൽ പറയുന്നു, നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്റേതാണ്, നീ ഭയപ്പെടേണ്ടെന്ന്. നീ ഭയപ്പെടേണ്ടെന്ന്. ആ സ്ത്രീയുടെ അവസ്ഥ അത്രമേൽ ഇരുട്ട് നിറഞ്ഞ ഉത്തരമില്ലാത്തൊരു വലിയ പ്രതിസന്ധിയുടെ മുമ്പിൽ നിന്നപ്പോ കർത്താവ് കൊടുത്തൊരു വചനം, ഇവിടെ ഇരിക്കുന്ന ആർക്കൊക്കെയോ വേണ്ടി കർത്താവ് സമ്മാനിക്കുന്ന വചനം ഇത് തന്നെയാണ്. യാക്കോബേ എന്ന സ്ഥലത്ത് നിന്റെ പേര് പറഞ്ഞ് നീ വായിച്ചു നോക്കിക്കേ. ഇസ്രായേലേ എന്നുള്ള സ്ഥലത്ത് സ്വന്തം പേര് പറഞ്ഞെന്ന് വായിച്ചു നോക്കിക്കേ. ജീവിതത്തിന്റെ അനുഭവം മാറും. യാക്കോബേ നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിച്ചു, ഇസ്രായേലെ നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിച്ചു. നമ്മുടെ സ്വന്തം പേര് പറഞ്ഞെന്ന് വിശ്വസിച്ചേറ്റെടുത്താൽ അന്തരീക്ഷം മാറും. വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ച് ആ വചനം ഒന്ന് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിച്ചോളൂ. ആ വചനം ഒന്ന് പറയുന്നു, നമ്മളെ ഒച്ചത്തിൽ ഏറ്റു പറയുന്നു. വചനം വായിച്ചോ. യാക്കോബേ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലേ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്റേതാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എല്ലാവരും ഒന്ന് ചാടി എഴുന്നേറ്റ് നിന്നേ, ചാടി എഴുന്നേറ്റ് നിന്നേ, ചാടി എഴുന്നേറ്റ് നിന്നെ. എന്നിട്ട് ഈ 2 പേരായി മുഖത്തോട് മുഖം തിരിഞ്ഞു നിന്നെ. എന്നിട്ട് മുമ്പിലുള്ള ആളോട് പേരൊന്ന് ചോദിച്ചേ, പേരൊന്ന് ചോദിച്ചേ. ഒറ്റയ്ക്കൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ 2 3 പേരോട് ചോദിച്ചേ. പേര് ചോദിച്ചോ. എന്നിട്ട് ആ വ്യക്തിയുടെ കൈയൊന്ന് പിടിച്ചേ, കൈയൊന്ന് പിടിച്ചേ. എന്നിട്ട് ആ വ്യക്തിയോട് ഈ വചനം ഒന്ന് പറഞ്ഞു കൊടുത്താലോ. ആ വചനം ഒന്ന് പറഞ്ഞു കൊടുത്തേ. വചനം പറയുമ്പോൾ നമ്മൾ ആ വ്യക്തിയോട് ആ വചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാക്കോബിന്റെ സ്ഥാനത്ത് ആ വ്യക്തിയുടെ പേര് പറയണം. പോളട്ടിങ്ങുവാ, പോളട്ടിങ്ങുവാ. ചേച്ചി വായിക്കുന്നു, ഞങ്ങൾ ഈ വചനം പറയും കേട്ടോ. മുമ്പിൽ നിൽക്കുന്ന ആളുടെ മുഖത്തോട്ട് നോക്കിയിട്ട് ആ ആളുടെ പേര് പറയണം. ഞാൻ പറയാണ് പോളേട്ടാ. നിങ്ങൾ എന്താ പറയണ്ടേ? അയ്യോ പോളേട്ടാ എന്നല്ല നിങ്ങൾ പറയണം. നിങ്ങൾ ആ വ്യക്തിയുടെ പേര് വിളിക്കണം. എന്നിട്ട് വചനം വായിച്ചേ. യാക്കോബേ നിന്നെ സൃഷ്ടിക്കുകയും പോളേട്ടാ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലേ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത പോളേട്ടാ നിന്നെ സൃഷ്ടിക്കുകയും രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്റെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്റേതാണ്. ഹല്ലേലൂയാ. ആ വ്യക്തിക്കൊന്ന് കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞേ, നീ ദൈവത്തിൻ്റെതാണ്, നീ ദൈവത്തിൻ്റെതാണ്, നീ ദൈവത്തിൻ്റെതാണ്. ഹല്ലേലൂയാ. നീ അൾത്താരയിലോട്ട് തിരിഞ്ഞു നിന്നേ. ഈ വചനം വിശ്വസിച്ചോണം. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചേ, നന്നായിട്ട് നിവർത്തി ഉയർത്തിപ്പിടിച്ചേ. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട. നിനക്ക് എങ്ങനെയാണോ പ്രാർത്ഥിക്കാൻ കൃപ പരിശുദ്ധാത്മാവ് നൽകുന്നത് അതുപോലെ വിശ്വസിച്ചോണം. ഒരുപക്ഷെ ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് കർത്താവ് നിന്റെ മേൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ, നിന്റെ ഹൃദയം തുറന്ന് നീ പ്രാർത്ഥിച്ചാൽ അത് നിന്നിൽ സംഭവിക്കും. 2 കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ. കണ്ണടച്ച് എല്ലാവരും നന്നായിട്ട് ഒരല്പസമയം ഒന്ന് സ്തുതിക്കാൻ പോവാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നോക്കേണ്ട. അടുത്ത് നിൽക്കുന്നവരെങ്ങനെ സ്തുതിക്കുന്നുവെന്നല്ല, മറിച്ച് നിനക്കെങ്ങനെയാണാവോ സ്തുതിക്കാൻ പരിശുദ്ധാത്മാവ് കൃപ തന്നിട്ടുള്ളത് അതുപോലെ കരങ്ങൾ ഉയർത്തി യേശുവേ എന്ന് വിളിച്ച്, ആബാ പിതാവേ എന്ന് വിളിച്ച്, പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് എല്ലാവരും ഒന്ന് സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. നാവ് തുറന്ന് സ്തുതിക്കട്ടെ, ഹൃദയം തുറന്ന് സ്തുതിക്കട്ടെ. ആരാധന, 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 ആരാധന. ഓ ദൈവത്തിന്റെ ആത്മാവേ, ഈ ശുശ്രൂഷ സമയത്ത് അത്ഭുതകരമായ ദൈവിക ഇടപെടലുകൾ സംഭവിക്കണമേ. ഓ കർത്താവേ, ഞങ്ങളുടെ സ്വഭാവത്തെ രൂപീകരിക്കണമേ, ഞങ്ങളുടെ ചിന്തകളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളുടെ ജീവിത ശൈലികളെ വിശുദ്ധീകരിക്കണമേ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നല്ലൊരു കയ്യടി പരിശുദ്ധാത്മാവിന് കൊടുത്തേ. ഇരിക്കാം, ഇരിക്കാം, ഇരിക്കാം. ഇരുന്നേ, സ്വസ്ഥമായിട്ടിരുന്നേ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ ഉള്ളിൽ കടന്നു വന്ന വചനം, ആ വചനം പരിശുദ്ധാത്മാവിന്റെ വചനം മറിയമെന്ന സ്ത്രീയുടെ സ്വഭാവത്തെ അടിമുടി മാറ്റിമറിച്ചെങ്കിൽ, ഇവിടെ ഇരുന്നു കൊണ്ട് ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യവും അത് തന്നെ. ഞാൻ ചോദിച്ചില്ലേ, നമ്മളും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരുടെ സമ്മേളനവും തമ്മിൽ എന്താണ് വ്യത്യാസം? ഇവിടെ നടക്കുന്ന അത്ഭുത പ്രവൃത്തിയുടെ പ്രത്യേകത എന്താ? നമ്മൾ വചനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത്ഭുതകരമായ ദൈവിക ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കൺവട്ടത്ത് അനുഭവിക്കുന്നു. ഇത് ഒരു പാർട്ടി യോഗത്തിൽ സംഭവിക്കുന്നില്ല,
ഇതൊരു സമ്മേളന നഗരിയിൽ സംഭവിക്കുന്നില്ല, ഇതൊരു ഗാനമേളയ്ക്ക് സംഭവിക്കുന്നില്ല. മറിച്ച് ഇവിടെ നിന്ന് യേശുവേ എന്ന് വിളിക്കുമ്പോൾ, ഇവിടെ നിന്ന് നമ്മൾ ദൈവകീർത്തനങ്ങൾ ആലപിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം, ഈ അന്തരീക്ഷത്തിലേക്ക് ഒരു ദൈവവചനത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തി അങ്ങ് വ്യാപരിക്കുന്നു. അടിസ്ഥാനപരമായി സ്വഭാവത്തെ പരിശുദ്ധാത്മാവ് വിശുദ്ധീകരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സ്വഭാവ രീതികൾ എന്തു തന്നെയുമായിക്കൊള്ളട്ടെ. ഒരുപക്ഷെ ചിലർ ചിന്തിക്കും, ഞാൻ ഇത്രയും വർഷമായി ഞാൻ ഇങ്ങനെയാണ്. നീ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കാനല്ല, മറിച്ച് നിന്റെ ചിന്താഗതികളെ പരിശുദ്ധാത്മാവ് മാറ്റി ഒരു പുതിയ അഭിഷേകത്തിലേക്ക് ക്രമീകരിക്കും. എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കുറവുകളെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ അല്ലെങ്കിൽ എന്ത് ചിന്തിക്കും, എനിക്കെന്താ കുഴപ്പം, ഞാൻ ഓക്കെയാണ്. അല്ലെന്ന് പറയുന്ന എന്റെയും കേൾക്കുന്ന ഓരോരുത്തരുടെ ഉള്ളിൽ ചില മാറ്റങ്ങൾ അനിവാര്യമാണ്. നമ്മൾ ആരും പൂർണ്ണരല്ല. മറിയം പറയുന്നു, ഈ മറിയം കൺവെൻഷനിലൂടെ സംഭവിക്കേണ്ട കാര്യം നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം. വചനം നിന്റെ സ്വഭാവ രീതികളെ വിശുദ്ധീകരിക്കും, അടിമുടി മാറ്റിമറിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. മറിയം, ഇതാ വചനത്തിൽ പഠിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, മറിയം ആ വീട്ടിൽ നിന്ന്, ആ ഇരുളടഞ്ഞ, നേരത്തെ പറഞ്ഞ ഡാർക്കായിട്ടുള്ള ആ അവസ്ഥയിൽ നിന്ന് പരിശുദ്ധ മറിയം സ്തോത്രഗീതം പാടുമ്പോൾ അന്തരീക്ഷത്തിലേക്ക് ദൈവികമായ ഒരു കൃപയാണ് വെളിപ്പെട്ടത്. ഇവിടേക്കാണ് നമ്മുടെ കുടുംബത്തിന്റെ ഒക്കെ പ്രാർത്ഥനയുടെ ഒരു ബലം. എന്തിനാ ചിലർ ചോദിക്കത്തില്ലേ, എന്തിനാ വീട്ടിൽ പ്രാർത്ഥിക്കുന്ന അച്ഛാ? കഴിഞ്ഞ ദിവസം ഒരു പ്രാർത്ഥിക്കുന്ന ഒരു ചേച്ചി, ആ ചേച്ചി ധ്യാന കേന്ദ്രത്തിലേക്ക് ശുശ്രൂഷ ചെയ്യുന്ന ചേച്ചിയാണ്. ചേച്ചി പറഞ്ഞു, അച്ഛാ അതെ, ഞാൻ ധ്യാന കേന്ദ്രത്തിൽ വരുമ്പോൾ കൊന്ത ചെല്ലുന്നു, പ്രാർത്ഥിക്കുന്നു. വീട്ടില് പ്രാർത്ഥിക്കാൻ പറ്റിയ അവസ്ഥയല്ല, അതുകൊണ്ട് വീട്ടിൽ പ്രാർത്ഥനയില്ല. കുഴപ്പമുണ്ടോ? ചേച്ചിയുടെ ചോദ്യം, കുഴപ്പമുണ്ടോ? തൃശ്ശൂരുകാരെ കുഴപ്പമുണ്ടോ? എന്താ കുഴപ്പം? അല്ല, ചേച്ചി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന്. ചേച്ചി പറഞ്ഞു, അച്ഛൻ ഞാൻ വ്യക്തിപരമായിട്ട് ഇത്രയും കൊന്ത ചെല്ലുന്നുണ്ട്, വ്യക്തിപരമായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. കുടുംബത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റിയ സാഹചര്യമല്ല. കുഴപ്പമുണ്ടോ? എന്താ കുഴപ്പം? താമസിക്കുന്ന സ്ഥലത്ത്, താമസിക്കുന്ന അന്തരീക്ഷത്തിൽ നിനക്കൊരു ദൈവീക കൃപ വേണോ? അവിടെ പ്രാർത്ഥന ഉണ്ടാവണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ പറച്ചിലൊക്കെ ഉണ്ടാവും, പക്ഷേ നമുക്കത് അനുഭവിക്കാൻ പറ്റത്തില്ലെന്ന്. ഇത് അനുഭവിക്കാൻ പറ്റണമെങ്കിൽ നമ്മൾ ജീവിക്കുന്ന മണ്ണിൽ പ്രാർത്ഥനകൾ ഉയരണം. ആ പ്രാർത്ഥനകൾ ഉയർന്നാൽ എന്താ മെച്ചം? ആ അന്തരീക്ഷത്തിൽ ആ പ്രാർത്ഥന ഒരു വലയം പോലെ കിടക്കും. അത് നിനക്ക് അനുഗ്രഹമായിട്ട് എന്നും തലയ്ക്ക് മുകളിൽ ഉണ്ടാവും. വീട്ടിൽ സ്ഥിരമായ പ്രാർത്ഥന ഉണ്ടെങ്കിൽ, നമ്മളൊരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ തന്നെ അറിയാം. എന്തറിയാം? ആ വീട്ടിൽ പ്രാർത്ഥനയുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും. എങ്ങനെയാ? ആ വീട്ടിൽ അവരുടെ വസ്തുവകൾ കണ്ടിട്ടല്ല, മറിച്ച് ആ വീട്ടിൽ ഒരു ദൈവികമായ അഭിഷേകം, ഒരു അന്തരീക്ഷത്തിൽ അതിങ്ങനെ ചലിക്കുന്നുണ്ടാകും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മറിയം ചെയ്ത പ്രവൃത്തി, ആ വീട്ടിൽ അന്തരീക്ഷത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഇരുട്ട് മാറി, അവിടെ വലിയ പ്രകാശം നിറയാൻ തുടങ്ങി. വചനം മുന്നോട്ട് വായിച്ചു വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. ലൂക്കാസ് വിശേഷം 1-ാം അധ്യായം അതിന്റെ 56-ാം തിരുവചനം ഒന്ന് വായിച്ചേ. 56-ാം തിരുവചനം. മറിയം അവളോട് കൂടെ 3 മാസത്തോളം താമസിച്ചു. പിന്നെ വീട്ടിലേക്ക് മടങ്ങി. കണ്ടോ, വാക്കും പ്രവൃത്തിയും. പരിശുദ്ധ മറിയം ആ വീട്ടിൽ താമസിച്ച് ശുശ്രൂഷ ചെയ്തു. തൻ്റെ ആയിരിക്കുന്ന അവസ്ഥയെ മറന്നുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാനുള്ള വലിയൊരു മനോഭാവം. സംസാരം മാത്രം പോരാ, പ്രവൃത്തിയും വേണം. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, സംസാരം മാത്രം പോരാ, പ്രവൃത്തിയും വേണം. നമുക്കെന്തുണ്ട്? സംസാരമുണ്ട്, പ്രവൃത്തി കുറവാ. സംസാരം മാത്രം പോരെന്ന്, പ്രവൃത്തിയും വേണം. ഒരു വ്യക്തിയുടെ ആത്മീയത അളക്കുന്നത് എങ്ങനെയാ? അയാളുടെ പ്രവൃത്തിയിലൂടെയാണ്.
ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയാ. ഹല്ലേലൂയ. പ്രത്യേകിച്ച് നമ്മുടെ ഈ കേരള പശ്ചാത്തലം ചിന്തിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 120ഓളം ധ്യാന കേന്ദ്രങ്ങളുണ്ട്, ഇഷ്ടം പോലെ കപ്പേളകളുണ്ട്. ശ്രദ്ധിച്ചിട്ടില്ലേ? നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട കുറെ വിശുദ്ധരുണ്ട്. ആരോടൊക്കെ ഇഷ്ടപ്പെട്ട വിശുദ്ധര്? അന്തോനിസ്, കൊള്ളാം, അന്തോനിസ് പുണ്യവാളൻ, യൂദാ തദേവൂസ്, ഇവരോടൊക്കെ വലിയ കാര്യമാണ്, നല്ല കാര്യം. ഇങ്ങോട്ട് നോക്കിക്കേ. ശ്രദ്ധിക്കേണ്ട കാര്യം എന്നറിയോ? നമ്മുടെയൊക്കെ കേരള പശ്ചാത്തലത്തിൽ ഭക്തി ഇച്ചിരി അങ്ങോട്ട് കൂടി, ആത്മീയത കുറച്ചങ്ങോട്ട് കുറഞ്ഞു. അതെന്നെ വ്യത്യാസം. ഭക്തി ഉണ്ടെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ധ്യാന കേന്ദ്രങ്ങളായി, പ്രാർത്ഥനകളായി, കൺവെൻഷനുകളായി, കപ്പേളകളായി, നൊവേനകളായി ഇഷ്ടം പോലെയുണ്ട്. ഭക്തി കൂടി, പക്ഷേ ആത്മീയത കുറഞ്ഞു, സ്പിരിച്വാലിറ്റി അങ്ങോട്ട് കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സ്പിരിച്വാലിറ്റി നമ്മുടെ ഉള്ളിൽ, നമ്മുടെ പ്രവൃത്തിയിൽ ഉണ്ടായിരിക്കണം. അതാണ് ഞാൻ പറഞ്ഞ വാക്കും പ്രവൃത്തിയും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കൊറോണ കഴിഞ്ഞപ്പോഴേ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ധ്യാന കേന്ദ്രത്തിൽ അവിടുത്തെ അച്ഛൻ പറഞ്ഞു, നമുക്ക് ഇവിടുത്തെ ശുശ്രൂഷകരെല്ലാവരും ഒന്ന് ഒരുമിപ്പിക്കണം. അച്ഛൻ വന്നൊരു ധ്യാനം നടത്തണം ശുശ്രൂഷകർക്ക് വേണ്ടി. അങ്ങനെ ആ ധ്യാന കേന്ദ്രത്തിലെ ശുശ്രൂഷകർക്ക് വേണ്ടി 4 ദിവസത്തെ അടിപൊളി ധ്യാന ശുശ്രൂഷ. ധ്യാനം ഇങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോൾ ഞാൻ കണ്ട കാഴ്ച, പ്രത്യേകിച്ച് ചേച്ചിമാരുടെയൊക്കെ പ്രാർത്ഥന കാണണം. അയ്യോ, ശക്തമായ പ്രാർത്ഥന. അതിൽ ഒരു ചേച്ചീനെ ഞാൻ പ്രത്യേകം നോട്ട് ചെയ്തു. കാരണം എന്താണെന്നറിയോ? ആ ചേച്ചിയുടെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകമായ ഒരു സൗന്ദര്യമുണ്ട്. പ്രത്യേകിച്ച് ആ ചേച്ചി കൈരങ്ങളൊക്കെ ഉയർത്തി മറുഭാഷയിലൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കൊതി തോന്നും, ദൈവമേ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. അപ്പൊ ഞാൻ ഈ ചേച്ചിനെ നോട്ട് ചെയ്തു. ധ്യാനം കഴിഞ്ഞു. ധ്യാനം കഴിഞ്ഞപ്പോൾ ഇവരുടെയൊക്കെ വീട്ടിൽ നിന്ന് വാഹനങ്ങളിലൊക്കെ പലരും വന്നിട്ടുണ്ട് ഇവരെ കൂട്ടിക്കൊണ്ടുപോകാൻ. ചിലർ ബസ്സിൽ പോകുന്നു, ചിലർ വാഹനങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ നോക്കുമ്പോൾ നമ്മുടെ ഈ പ്രാർത്ഥിക്കുന്ന, നല്ല സുന്ദരമായി പ്രാർത്ഥിക്കുന്ന ഈ ചേച്ചീനെ കൂട്ടിക്കൊണ്ടുപോകാൻ ദാണ്ടെ ഭർത്താവാണെന്ന് കരുതുന്നു ഒരാൾ കാറേ വന്നു. ഞാൻ അങ്ങോട്ട് ചെന്നു. കാരണം അയാളെ ഒന്ന് അഭിനന്ദിക്കാൻ എനിക്കൊരു വലിയ ആഗ്രഹം. ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടനൊക്കെ ഭാഗ്യമുള്ളതല്ലേ. അപ്പൊ എന്നോട് ചോദിച്ചു, എന്താ ഭാഗ്യം? ഞാൻ പറഞ്ഞതേ ഭാര്യയല്ലേ. അതെ, ഭാര്യയാണ്. ഒയ്യോ, എന്നെ പ്രാർത്ഥനയാന്നറിയോ ചേട്ടാ? ചേട്ടൻ രക്ഷപ്പെട്ടു. എന്നിട്ട് ഞാൻ ഇങ്ങനെ കൈ കൊടുത്തോണ്ടിരിക്കുക. അപ്പൊ ഞാൻ ഈ കൊടുത്ത കൈ പുള്ളി പിൻവലിച്ചു. എന്നിട്ട് പറഞ്ഞു, അതെ അതിവിടെ മാത്രമേ ഉള്ളൂ. ഞാൻ ചോദിച്ചു, എനിക്ക് മനസ്സിലായില്ല. എൻ്റെ അച്ഛാ, ആ പ്രാർത്ഥന ഉണ്ടല്ലോ അത് ഇവിടെ മാത്രമേ ഉള്ളൂ, വീട്ടിലില്ലെന്ന്. എൻ്റെ ഭാര്യ മറുഭാഷയിൽ പ്രാർത്ഥിക്കുന്ന അച്ഛൻ കേട്ടോ? ഞാൻ പറഞ്ഞു, ഞാൻ കേട്ടു. ആ മറുഭാഷയിൽ നല്ല ഒന്നാന്തരമായിട്ട് പ്രാർത്ഥിക്കും, പക്ഷേ വീട്ടിൽ വന്നാൽ മാതൃഭാഷയിൽ ഒരു നിയന്ത്രണവുമില്ല. ഇവിടെ എങ്ങുള്ളതല്ലെന്ന്. അല്ലെന്ന്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കല്ല, ഇങ്ങോട്ട് നോക്കൂ. അതെ, മാതൃഭാഷയിൽ ഒരു നിയന്ത്രണമില്ല, മറുഭാഷയിൽ ഭയങ്കര പ്രാർത്ഥനയാണ്. എന്നിട്ട് ആ ചേട്ടൻ എന്നോട് പറഞ്ഞു, നമുക്കൊക്കെ അറിയാവുന്ന ഒരു ഡയലോഗ് എന്നോട് പറഞ്ഞു, അച്ഛാ എൻ്റെ ഭാര്യയുടെ നാവിൽ സ്തോത്രവും കയ്യിൽ സൂത്രവും അച്ഛാ. ഭാര്യയുടെ നാവിൽ എന്താണ്? സ്തോത്രമല്ല, സ്തോത്രം. പറഞ്ഞേ. കയ്യിൽ എന്താണ്? സൂത്രം. പരിശുദ്ധ മറിയം പറയുന്നു, വാക്കും പ്രവൃത്തിയും തമ്മിൽ ബന്ധം ഉണ്ടാവണമെന്ന്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വാക്കും പ്രവൃത്തിയും തമ്മിൽ ബന്ധം ഉണ്ടാവണമെന്ന്. ഒന്നും കൂടെ പറഞ്ഞു കൊടുത്ത അടുത്തിരിക്കുന്ന ആളോട്. അത് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. വാക്കും പ്രവൃത്തിയും തമ്മിൽ ബന്ധം ഉണ്ടാവണമെന്ന്. ഞാൻ അങ്ങ് തിരുവനന്തപുരം സൈഡിൽ ഒരു കൺവെൻഷന് എന്നപ്പോ ഉണ്ടല്ലോ, ഇതുപോലെ തന്നെ മുമ്പ് ഇരുന്നോണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു ചേച്ചിയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഇത് കഴിഞ്ഞപ്പം വികാരിച്ചനോട് പറഞ്ഞു, അച്ഛാ ആ ചേച്ചിയൊക്കെ നല്ല പ്രാർത്ഥന. ആ നല്ല പ്രാർത്ഥന. ഞാൻ ഈ കഴിഞ്ഞ ദിവസം അവരുടെ വീട്ടിൽ പോയിട്ട് വന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, എന്നാ പറ്റി? എൻ്റെ പൊന്നച്ച, ഇവരുടെ വീടിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്നൊരു വീടുണ്ട്. ഇവരുടെ വീട്ടിൽ നിന്ന് ഇലക്ട്രിക് പോസ്റ്റ്, ഇവരുടെ വീട് വരെ കറണ്ട് ഉണ്ട്. അപ്പുറത്തെ വീട്ടുകാർക്ക് കറണ്ട് പവർ കിട്ടണമെങ്കിൽ, ഇലക്ട്രിസിറ്റി കിട്ടണമെങ്കിൽ ഇവർ വിചാരിച്ചാൽ മതി. എന്ന് പറഞ്ഞാൽ ഇവരുടെ പറമ്പിലൂടെ വേണം വയർ വലിക്കാൻ, ഇലക്ട്രിസിറ്റി കമ്പി വലിക്കാൻ. പക്ഷേ ഈ സ്ത്രീ സമ്മതിക്കത്തില്ല. അവർക്കൊരു നഷ്ടവും ഇല്ല, സമ്മതിക്കത്തില്ല. ഞാൻ പറഞ്ഞു, അച്ഛനല്ല, അച്ഛൻ ഇടപെടണം. ആ, ഞാൻ ഇടപെടാൻ പോയതാ ഞാൻ പറഞ്ഞത്. അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛാ ഞാൻ ചെന്നിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നു ചേച്ചി ആ
ഇലക്ട്രിസിറ്റിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു 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 തീരുമാനം. അതെ, അച്ഛൻ പള്ളിയിൽ ഇത് വേറെ, അത് പള്ളി പറഞ്ഞാ മതി, ഇത് വേറെ. ഈ കാര്യത്തിൽ അച്ഛൻ ഇടപെടണ്ടെന്ന് മനസ്സിലാവുന്നുണ്ടോ? അത് പള്ളി വന്ന് വലിയ പ്രാർത്ഥന, ഹല്ലേലൂയ, കയ്യടി, ബഹളം എല്ലാം ഉണ്ട്. പക്ഷേ സ്വഭാവത്തിലില്ലെന്ന്. ഒരു നഷ്ടവും ഇല്ലാത്ത കാര്യം ഇവരുടെ പറമ്പിൽ കൂടെ അപ്പുറത്തെ വീട്ടുകാർക്ക് ഇലക്ട്രിസിറ്റി കൊടുക്കാനായിട്ട്. പക്ഷേ ഒരു സമ്മതിക്കൂല. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ ഉള്ളിൽ ഇഷ്ടം പോലെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ടാവും. ഈ കഴിഞ്ഞ ദിവസം ഞാൻ വേറെ രസകരമായ കേസ്, അമ്മായിയമ്മ മരുമോൾ ഗംഭീരമടി. ഗർഭിണിയായ മരുമകളെ അടുക്കളയിൽ എണ്ണ ഒഴിച്ചിരിക്കുകയാണ്. എന്തിനാണെന്നറിയാവോ? വരുമ്പോൾ ഗർഭിണിയായ മരുമകൾ ഉരുണ്ടി വീഴാൻ. നിങ്ങൾ വിശ്വസിക്കൂ? മരുമകൾ ഉരുണ്ടി വീഴാൻ വേണ്ടി എണ്ണ ഒഴിച്ചിരിക്കുന്ന അടുക്കള ഭാഗത്തുനിന്ന്. ഞാൻ ഈ അമ്മായിയമ്മയോട് പറഞ്ഞു, എൻ്റെ അമ്മ എങ്ങനെയാണോ? അതെങ്ങനെയാച്ചാ? അവള് വീഴണം, അവള് പാഠം പഠിക്കണം. ഞാൻ ചോദിച്ചു, അതെന്താ അങ്ങനെ? എന്നെ വീഴ്ത്തിയത് അവള്. അത് ശരി. ചോദിച്ചു, അതോ പറഞ്ഞത്, ഈ ചേച്ചി അമ്മായിയമ്മ എന്തോ എടുക്കാൻ വേണ്ടിയിട്ട് കോവണി വെച്ച് മോളിൽ കയറി നിൽക്കുന്നു, എന്തോ സാധനം എടുക്കുന്നു. മരുമോളോട് പറഞ്ഞ് പിടിച്ചേക്കണേന്ന്. അവൾ കരിശം വന്നിട്ട് പിടിച്ചിരുന്ന ഏണി വലിച്ചു തിരിഞ്ഞിട്ട് അവള് പോയി. അമ്മായിയമ്മ പൊത്തമെന്ന് പറഞ്ഞ് താഴ്ത്തു കിടക്കുന്നു. ചാലക്കുടി സെന്റ് ജെയിംസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ഇപ്പൊ കാലെഴുന്നേറ്റ് നടക്കാൻ മേല, ഏന്തിയാ നടക്കണം. അവളെ ഞാൻ എണ്ണയൊഴിച്ചല്ല, വിമ്മ് കലക്കി ശരിയാക്കുന്നു. അമ്മായിയമ്മയുടെ ഡയലോഗ്. പക്ഷെ ഇവരൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര പ്രാർത്ഥനക്കാരാന്ന്. അതേന്ന്. ഈ എന്നാ പ്രാർത്ഥനയാന്നറിയോ? ഈ എന്നാ പ്രാർത്ഥനയാ? ദേ, പരിശുദ്ധ അമ്മ പറയുന്നു, എന്റെ പ്രിയപ്പെട്ടവരെ, വാക്കും പ്രവൃത്തിയും തമ്മിൽ ബന്ധം വേണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും അനുഗ്രഹം അനുഭവിക്കാൻ പറ്റാത്തതിന്റെ കാരണം വാക്കുകൊണ്ട് പ്രവൃത്തിയിലില്ല. വാക്കും പ്രവൃത്തിയും തമ്മിൽ ബന്ധം വേണം. ഹല്ലേലൂയാ. സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ചേ, ഒന്ന് കണ്ണടച്ചേ. പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും നമ്മുടെ എല്ലാവരുടെയും ജീവിത വഴികളിൽ, സംസാര വഴികളിൽ, പ്രവൃത്തി വഴികളിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ദൈവം ആഗ്രഹിക്കുന്നു. ചില കാര്യങ്ങൾ നമ്മൾ മാറേണ്ടതുണ്ട്. സ്വഭാവ ശൈലികൾ നമ്മൾ തിരുത്തേണ്ടതുണ്ട്. നമ്മൾ ആരും പൂർണ്ണരല്ല. ഓ ദൈവത്തിന്റെ ആത്മാവേ, എൻ്റെ സ്വഭാവത്തിൽ തിരിച്ചറിവുകൾ നൽകണമേ. ഞാൻ തിരുത്തേണ്ട മേഖലകൾ കണ്ടെത്താൻ എനിക്ക് ശക്തി നൽകണമേ. എൻ്റെ സ്വഭാവ രീതികളെ സമർപ്പിക്കുന്നു. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി എല്ലാവരും ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഓ ദൈവത്തിന്റെ ആത്മാവേ, എൻ്റെ സ്വഭാവ രീതികളെ വിശുദ്ധീകരിക്കണമേ. എൻ്റെ സ്വഭാവ രീതികളെ വിശുദ്ധീകരിക്കണമേ. ഒരു പുത്തൻ അഭിഷേകം എൻ്റെ മേൽ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ, കൃപയ്ക്കുമേൽ കൃപ, കൃപയ്ക്കുമേൽ കൃപ, കൃപയ്ക്കുമേൽ കൃപ എൻ്റെ മേൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയാ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒന്ന് ബൈബിൾ തുറന്നൊരു വചനം വായിച്ചേ. ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായം 5-ാം തിരുവചനം. പഴയ നിയമത്തില് ജോഷുവ പ്രവാചകൻ വലിയ ഒരു ആത്മീയ സത്യം ഇസ്രായേൽ ജനത്തെ പഠിപ്പിച്ചത് പരിശുദ്ധ മറിയം ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്നോടും നിന്നോടും പറയുകയാണ്. ജോഷുവയുടെ പുസ്തകം, ബുക്ക് ഓഫ് ജോഷുവ, ചാപ്റ്റർ 3 വേഴ്സ് 5, 5-ാം തിരുവചനത്തിൽ ഒരു കൊച്ചു കാര്യം. പക്ഷെ ശ്രദ്ധിച്ചോണേ, വചനം വായിക്കാം. ജോഷുവ ജനത്തോട് പറഞ്ഞു, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ. നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഹല്ലേലൂയാ. വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഈ വചനം ഏറ്റു പറഞ്ഞാലോ. ജോഷുവ ജനത്തോട് പറഞ്ഞു, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ. നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഇങ്ങോട്ട് നോക്കിക്കേ, രണ്ട് കാര്യങ്ങളാണ് ജോഷുവ പ്രവാചകൻ പഠിപ്പിക്കുന്നത്. പരിശുദ്ധ മറിയം അതിനെ കൃത്യമായിട്ട് നമ്മുടെ മുമ്പിൽ ചേർത്ത് വെച്ചോണ്ടിരിക്കുക. രണ്ട് കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ. സാങ്ക്ടിഫിക്കേഷൻ, ശുദ്ധീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യം മലയാളത്തിൽ അർത്ഥം സ്വഭാവത്തിൽ മാറ്റം. ഒന്നാമത്തെ കാര്യം എന്താണ്? ശുദ്ധീകരണം. ഒന്നാമത്തെ കാര്യം എന്താണ്? പറഞ്ഞേ, ഇച്ചിരി ഒച്ചത്തിൽ പറഞ്ഞേ. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സ്വഭാവത്തിൽ മാറ്റം. രണ്ടാമത്തെ കാര്യം അത്ഭുതം. രണ്ടാമത്തെ കാര്യം
ഒന്നാമത്തെ കാര്യം, രണ്ടാമത്തെ കാര്യം, ഒന്നാമത്തെ കാര്യം, രണ്ടാമത്തെ കാര്യം. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമേതാ? സത്യം പറ. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഇഷ്ടം ഏതാ? അത്ഭുതം എൻ്റെ ദൈവമേ, അതെവിടെ കിട്ടി, എവിടെ കിട്ടും, എവിടെ പെട്ടു? അട്ടപ്പാടി പോണോ, അണക്കരയ്ക്ക് പോണോ, പോട്ടയ്ക്ക് പോണോ, കൃപാസനത്തിൽ ഉടമ്പടി എത്ര തവണ എടുത്ത ദൈവമേ. അയ്യോ, അത്ഭുതം, അത്ഭുതം, അത്ഭുതം. ഇങ്ങോട്ട് നോക്കിക്കേ. അത്ഭുതം കാണണമെങ്കിൽ, അനുഭവിക്കണമെങ്കിൽ ഒന്നാമത്തെ കാര്യം നടക്കണം. അതേതാ ഒന്നാമത്തെ കാര്യം? ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ സ്വഭാവത്തിലെ മാറ്റം. പരിശുദ്ധ മറിയം നമ്മളെ പഠിപ്പിക്കുന്ന കൃത്യം ടീച്ചിങ് ആണ്. നമുക്ക് അത്ഭുതം വേണം, അത്ഭുതം വേണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത്ഭുതം സംഭവിക്കണമെങ്കിൽ ആ വ്യക്തിയുടെ ഉള്ളിൽ ഒരു മാറ്റം ഉണ്ടായിരിക്കണം, സ്വഭാവത്തിൽ മാറ്റം. ജോഷുവ പ്രവാചകൻ പറയുന്നു, ദേ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ. നാളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ബുധനാഴ്ച, നാളെ വ്യാഴാഴ്ച എന്നല്ല അർത്ഥം. മറിച്ച് എപ്പോഴാണോ ഒരു വ്യക്തി സ്വയം ശുദ്ധീകരിക്കാൻ, സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നത്, നെക്സ്റ്റ് മൊമെന്റ്, അടുത്ത നിമിഷം മുതൽ അത്ഭുതങ്ങളും അടയാളങ്ങളും കാത്തിരിക്കുന്നു. വിശ്വസിക്കുന്നവർ കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ധ്യാനങ്ങളിലൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ, കുംഭസാരം കഴിയുമ്പോൾ മുതൽ അത്ഭുതകരമായിട്ടുള്ള രോഗശാന്തികൾ. അത്രയും നേരം അനങ്ങാത്ത വ്യക്തികളുടെ ഉള്ളിലേക്കൊക്കെ അത്ഭുതകരമായ ദൈവിക ഇടപെടൽ. കുംഭസാരം അനുതാപ ശുശ്രൂഷ കഴിയുമ്പോൾ തൊട്ട് അന്തരീക്ഷത്തിൽ തന്നെ വലിയൊരു ദൈവിക ഇടപെടൽ. കാരണം എവിടെയാണോ ശുദ്ധീകരണം, അനുതാപം, സ്വഭാവത്തിൽ മാറ്റം സംഭവിക്കുന്നത്, ദ നെക്സ്റ്റ് മൊമെന്റ്, അടുത്ത നിമിഷം മുതൽ അത്ഭുതകരമായിട്ടുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും ആ മണ്ണിൽ സംഭവിക്കും. പക്ഷേ ഈ കാലഘട്ടത്തിൽ സങ്കടം എന്ന് പറയുന്നത് എന്നാണെന്നറിയാവോ? ഒന്നാമത്തെ കാര്യം നമുക്ക് വലിയ താല്പര്യമില്ല, രണ്ടാമത്തെ കാര്യത്തിനാണ് നമുക്ക് താല്പര്യം. നാളെ ധ്യാനത്തിന് വന്നൊരു ചേട്ടൻ പറഞ്ഞ പോലെ, ഒന്നാം ദിവസം തൊട്ട് ഞാൻ ശ്രദ്ധിക്കുക, പുറകെ നിൽക്കും, കയ്യും കെട്ടി നിൽക്കും. എല്ലാവരും കരങ്ങൾ ഉയർത്തുന്നു, ഈ ചേട്ടൻ മാത്രം കയ്യും കെട്ടി നിൽക്കും. അപ്പൊ ഞാൻ ഒന്നാം ദിവസം കഴിഞ്ഞ് രണ്ടാം ദിവസമായി, ഇദ്ദേഹം എന്താണാവോ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് കരുതി അദ്ദേഹത്തെ ഞാൻ ഇടവേള സമയത്ത് കണ്ടപ്പോൾ ചോദിച്ചു, ചേട്ടാ ഇതന്നെ ഇങ്ങനെ നിന്നാ മതിയോ? ഒന്ന് കയ്യൊക്കെ പൊക്കി പ്രാർത്ഥിക്കണ്ടേ? അതെ, ഞാനിവിടെ വന്നതൊരു കാര്യം സാധിച്ചു കിട്ടാനാണ്. ആ കാര്യം സാധിച്ചു കിട്ടിക്കഴിഞ്ഞാൽ അച്ഛൻ പറയണ പോലെ കൈ പൊക്കാം, കാല് പൊക്കാം, ചാടാം, തുള്ളാം. പക്ഷേ ആ കാര്യം സാധിച്ചു കിട്ടുന്നവരെ ഞാൻ ഇങ്ങനെ നിൽക്കൂ. മനസ്സിലായോ? ദേ ഇങ്ങോട്ട് നോക്കിക്കേ. നിന്റെ കാര്യം സാധിച്ചു കിട്ടണമെങ്കിൽ ആദ്യം നീ ദൈവത്തെ സ്തുതിക്കണം, നിന്റെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാവണം, എങ്കിലേ രണ്ടാമത്തത് ഉണ്ടാവൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കണമെങ്കിൽ, നിന്റെ കുടുംബത്തിൽ ഒരു ദൈവിക ഇടപെടൽ സംഭവിക്കണമെങ്കിൽ ആദ്യം സംഭവിക്കേണ്ടതാണ് നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം. നീ കരങ്ങൾ ഉയർത്തി ഈശോ എന്ന് വിളിക്കാൻ നീ മനസ്സ് കാണിക്കുന്ന സമയം നിന്റെ ഉള്ളിലുണ്ടാവുന്ന ഒരു മാറ്റമുണ്ട്. നിനക്ക് വേണേ ഇങ്ങനെ ചിന്തിക്കാം, ഞാൻ ഇത്രയും നാൾ ഇങ്ങനെയൊന്നും പ്രാർത്ഥിച്ചിട്ടില്ലല്ലോ, ഇതെന്തൊരു പ്രാർത്ഥനാ ശൈലി, എന്റെ ഹൃദയം അറിയുന്ന ദൈവമുണ്ടല്ലോ, ദൈവം കണ്ടോളും. പോരെന്ന്. കരങ്ങൾ ഉയർത്താൻ, നിലവിളിക്കാൻ, തമ്പുരാന്റെ മുമ്പിൽ വിളിക്കാനുള്ള ഒരു മനസ്സുണ്ടോ, നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയും ശ്രദ്ധിച്ചോണം, നമ്മുടെ ഉള്ളിൽ ചില സ്വഭാവ ശൈലികൾ മാറേണ്ടതുണ്ട്. തൃശ്ശൂരിൽ നിന്നും വലിയ ദൂരമല്ലാത്ത ഒരു കുടുംബം, ഭാര്യയും ഭർത്താവും 2 ആൺമക്കളും കൂടെ ധ്യാന കേന്ദ്രത്തിൽ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ പറഞ്ഞ കാര്യം, അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം. എന്താ ചേട്ടാ വിഷയം? അച്ഛാ, ഞങ്ങളൊരു ബിസിനസ് നടത്തിക്കൊണ്ടിരുന്ന കുടുംബാണേ, കുറച്ച് നാളായിട്ട് അച്ഛാ വലിയ കഷ്ടപ്പാടാ, ഒരു ഉയർച്ചയുമില്ല, മൊത്തത്തിൽ ഒരു വല്ലാത്ത മന്ദത. ഞാൻ പറഞ്ഞു ചേട്ടാ, മൊത്തത്തിൽ ഒരു മന്ദതയുണ്ടല്ലോ കൊറോണയ്ക്ക് ശേഷം. അതല്ലച്ചാ, അച്ഛനൊന്ന് കേട്ടെ, അതല്ലച്ചാ. ഞാൻ പറഞ്ഞു പിന്നെ എന്തുവാ? അതേ, കുടുംബനാഥനാണ് പറയുന്നത്, അതേ ഞങ്ങളുടെ വളർച്ചയിൽ അസൂയാലുക്കളായ ചിലർ ഞങ്ങൾക്കെതിരെ മന്ത്രവാദം, കൂടോത്രം, ചില കാര്യങ്ങൾ പ്രയോഗിച്ചത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ആയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ചേട്ടൻ അറിയോ എവിടെയാ പ്രയോഗിച്ചത്, ആരാ പ്രയോഗിച്ചത്? അതൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ എൻ്റെ ഒരു നിഗമനം അങ്ങനെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഇത് എന്നോട് പറയാൻ കാരണം, അച്ഛാ ഞാൻ പറയാൻ കാരണം എന്നാന്നറിയോ? അച്ഛനൊരു ഉപകാരം ചെയ്യണം. ഞാൻ പറഞ്ഞു ഞാൻ എന്ത് ഉപകാരം?
അച്ഛനൊന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചേ. ഞങ്ങളുടെ പറമ്പിൽ, കൃഷിയിടത്തിൽ, ഞങ്ങളുടെ വീട്ടിൽ എവിടെയാണ് അവര് മന്ത്രവാദം കൂടോത്രം കുഴിച്ചിട്ടതെന്ന് അച്ഛനൊന്ന് കണ്ടുപിടിച്ചേ. എന്നിട്ട് അച്ഛൻ ഞങ്ങളുടെ കൂടെ വന്ന് അത് മാന്തി എടുക്കണം. അപ്പൊ എന്റെ പണി എന്താണ്? മാന്തി എടുക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു ചേട്ടാ, എനിക്ക് അങ്ങനെയൊന്നും കഴിവില്ല. ഓ, അച്ഛൻ ചുമ്മാ പറയാതെ, അച്ഛനൊന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചേ. അച്ഛൻ വന്നിട്ട് പറഞ്ഞ് ഞങ്ങളുടെ പറമ്പിൽ എവിടെയാണ് അവർ കുഴിച്ചിട്ടിരിക്കുന്നത്, അത് മാന്തി എടുക്കണം. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു ചേട്ടാ, എനിക്ക് അതിനറിയത്തില്ലെന്ന്. ഞാനൊരു പേന വെച്ചിട്ട് 5 മിനിറ്റ് കഴിയുമ്പോൾ ഇത് എവിടെ വെച്ചൊന്നും ഓർമ്മയില്ലാത്ത ഒരുത്തിനാണ് ഞാൻ. പിന്നെ ഇത് എവിടെ പോയി കണ്ടുപിടിക്കും? അപ്പൊ ഈ ചേട്ടൻ എന്നെ വിടുന്നില്ല. ചേട്ടൻ പറഞ്ഞു, അങ്ങനെ പറയും, അച്ഛനെ ഞങ്ങൾക്കറിയാം, പോട്ടാശ്രമത്തിൽ അച്ഛനല്ല, അച്ഛനെ ഞങ്ങൾക്കറിയാം, അച്ഛൻ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണം, അച്ഛൻ ഇടപെടണം. ഞാൻ പറഞ്ഞു, ഇടപെടാം, പക്ഷേ ചേട്ടൻ ഉദ്ദേശിച്ച രീതിയിലല്ല, എൻ്റെതായ രീതിയിൽ ഇടപെടാം. മതി അച്ഛ. ഞാൻ പറഞ്ഞു, ചേട്ടാ കൊന്തയുണ്ടോ? അപ്പൊ പുള്ളി ഉടനെ തന്നെ ഭാര്യയുടെ മുഖത്തോട്ട് നോക്കി. എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലായി? ഇയാൾക്ക് ഈ കൊന്തയൊന്നും ഇല്ല, ഭാര്യയുടെ കയ്യിൽ കൊന്തയുണ്ട്, കൊന്ത മേടിച്ചു. ഞാൻ പറഞ്ഞു, വാ നമുക്ക് ഒരുമിച്ചൊരു കൊന്തയില്ല. അപ്പൊ ഞാൻ, ഭാര്യയും ഭർത്താവും 2 ആൺമക്കളാണ്, ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഒരു കൊന്തയില്ലുന്നു. അപ്പൊ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് കണ്ണ് തുറന്ന് എന്നെ നോക്കുന്നുണ്ട്. എന്തായിരിക്കും നോട്ടത്തിനർത്ഥം? കുഴിച്ചിട്ട സ്ഥലം കിട്ടിയോ എന്നായിരിക്കും, അല്ലേ? ഇങ്ങനെ ചേട്ടന്റെ നോട്ടം. ഞങ്ങളിങ്ങനെ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. കൊന്ത ചൊല്ലിക്കഴിഞ്ഞു. കൊന്ത ചൊല്ലിക്കഴിഞ്ഞപ്പോൾ ചേട്ടൻ എന്നെ ആകാംക്ഷയോടെ ഇങ്ങനെ നോക്കുന്നു. ഞാൻ പറഞ്ഞു, ചേട്ടാ, ചേട്ടന്റെ കുടുംബത്തെക്കുറിച്ച് ഒന്ന് പറഞ്ഞ്, ഒന്ന് കേൾക്കാൻ ആഗ്രഹം. ഓ, എന്നാ പറയാനാ, എൻ്റെ ഭാര്യയും മക്കളും. ഞാൻ പറഞ്ഞു, ഇതല്ലെന്ന്, ചേട്ടൻ വളർന്ന വീടുണ്ടല്ലോ, അതിനെക്കുറിച്ചൊന്ന് പറ, വെറുതെ പറഞ്ഞ കേൾക്കാൻ ആഗ്രഹം. അതൊന്നും പറയാനില്ലെന്നേ. ചേട്ടൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ കാണുന്ന മറ്റൊരു രസകരമായ കാഴ്ച എന്തെന്നറിയോ? ഇദ്ദേഹത്തിന്റെ ഭാര്യ ഇയാളുടെ കാലയിൽ ഇങ്ങനെ കൈ കൊണ്ട് മാന്തുന്ന കയ്യിൽ ഭർത്താവ് കയറി പിടിച്ചമുക്കുന്നു. എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലായി? നിങ്ങൾക്ക് വല്ലോ മനസ്സിലായോ? എനിക്ക് മനസ്സിലായി. ഞാൻ ചോദിച്ച ചോദ്യം ചേട്ടന്റെ കുടുംബത്തെ കുറിച്ചാണ്. അപ്പോൾ ഭാര്യ കാലയിൽ ഇങ്ങനെ മാന്തുന്നു എന്നുള്ളതിന്റെ അർത്ഥം ഭാര്യയ്ക്ക് എന്തോ പറയാനുണ്ട്. ഭർത്താവ് പറയുന്നു, അതൊന്നും പറയണ്ടടി, കൈ പിടിച്ചമുക്കുന്നു. എന്നിട്ട് പറയുന്നു, ഓ അച്ഛ, ഒന്നും പറയാനില്ല, എൻ്റെ ഭാര്യയും മക്കളും. ഞാൻ പറഞ്ഞു, ചേട്ടാ അതല്ല. അപ്പൊ ഈ മാന്തല് കണ്ടപ്പോ ഞാൻ ഭാര്യയോട് പറഞ്ഞു, എൻ്റെ പൊന്നു ചേച്ചിക്ക് എന്തോ പറയാനില്ലേ, ചേച്ചി അങ്ങ് പറ, ചേച്ചി എന്തിനാ വിഷമിക്കണേ, ചേച്ചി ഇപ്പൊ തുറന്നു പറഞ്ഞോ. അപ്പൊ ചേച്ചി ആക്റ്റീവായി. ചേട്ടൻ എന്നാ വിചാരിച്ചാലും സാരയില്ല, ഞാൻ ഉള്ളതെല്ലാം അച്ഛനോട് പറയാൻ പോവാ. എടി, അതൊക്കെ എന്തിനാ ഇവിടെ പറയുന്നത്, നമ്മൾ മാന്തി എടുക്കാൻ വന്നതല്ലേ. ഭർത്താവ്. ഭാര്യ പറഞ്ഞു, അച്ഛാ കാര്യം ശരിയാ, എൻ്റെ ചേട്ടൻ പൊന്നു ചേട്ടനാ, ഞങ്ങളെ പൊന്നു പോലെ നോക്കുന്നു, പക്ഷെ ചില കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമല്ല അച്ഛാ, ചില കാര്യങ്ങൾ ഇഷ്ടമല്ല അച്ഛ. ഉദാഹരണത്തിന് അച്ഛാ, എൻ്റെ ഭർത്താവിൻ്റെ അമ്മ ഒരു 7 മാസങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. ശവസംസ്കാരത്തിന് പോലും പോയില്ല അച്ഛാ, ഞങ്ങളെ വിട്ടില്ല അച്ഛാ. മനസ്സിലാവുന്നുണ്ടോ? സ്വന്തം അമ്മ മരിച്ചിട്ട് ശവസംസ്കാരത്തിന് പോയില്ല, ഞങ്ങളെ വിട്ടില്ലെന്ന്. ഉടനെ തന്നെ ഭർത്താവ് പറഞ്ഞു, അതൊന്നും പോണ്ട കാര്യമില്ല. ഈ ഭാര്യ പിന്നീട് സംസാരിച്ചു വന്നപ്പോഴാണ് പറഞ്ഞത്, കല്യാണം കഴിഞ്ഞ് ഇവരുടെ കുടുംബത്തിൽ സന്തോഷമായിട്ടിരിക്കുന്നു. സ്വന്തമായിട്ട് ഇദ്ദേഹത്തിന്റെ കുടുംബം വളരെ പേരും പ്രശസ്തിയുള്ള കുടുംബം. 2 സഹോദരന്മാരുണ്ട്, ഒരു സഹോദരിയുണ്ട്, 4 പേരുള്ള കുടുംബം. കുടുംബത്തില് വീതം വെപ്പ് നടന്നപ്പോൾ, സ്വത്ത് ഭാഗം വെപ്പ് നടന്നപ്പോൾ അന്ന് വീട് വിട്ടിറങ്ങിയതാണ്. കാരണം ആഗ്രഹിച്ചതുപോലെ കിട്ടിയില്ല. അന്ന് വീട് വിട്ടിറങ്ങി. അന്ന് മുതൽ ഭാര്യയും മക്കളെ പൊന്നുപോലെ നോക്കും. സ്വന്തം മാതാപിതാക്കളെ നോക്കത്തില്ല, കുടുംബത്തിൽ പോകത്തില്ല, അവരോടൊരു ബന്ധം വേണ്ട. ഭാര്യയും മക്കളും പറയാറുണ്ട് ഇടയ്ക്ക്, അവരെ പോയി കാണാം, പോകുന്നത് കൊള്ളാൻ തിരിച്ചിങ്ങോട്ട് വരരുത്, പോകുന്നത് കൊള്ളാൻ തിരിച്ചിങ്ങോട്ട് വരരുത്, അവരോട് യാതൊരു ബന്ധവുമില്ല. സ്വന്തം അമ്മ മരിച്ചിട്ട് ശവസംസ്കാരത്തിന് പോലും പോകാത്ത മനുഷ്യൻ ഇവിടെ ഇരുന്നോണ്ട് ചോദിക്കുക, എന്ത് എൻ്റെ വീട്ടിൽ, എൻ്റെ പറമ്പിൽ എവിടെയാ കൂടോത്രം കുഴിച്ചിട്ടിരിക്കണേന്ന്. ഞാൻ പറഞ്ഞു, പൊന്നു ചേട്ടാ, കൂടോത്രം ഇരിക്കുന്ന സ്ഥലം കിട്ടിപ്പോയി. ചേട്ടൻ ചോദിച്ചു, എവിടെയാ? ഞാൻ പറഞ്ഞു, ചേട്ടന്റെ ചങ്കിന്റെ അകത്താ, ചേട്ടന്റെ ഹൃദയത്തിനുള്ളിലാണ് ഇരിക്കണതെന്ന്. ഇത്രമേൽ വെറുപ്പ്, ഇതിനേക്കാൾ വലിയ കൂടോത്രം ഉണ്ടോ? ഇതിനേക്കാൾ വലിയ വേറെ ഏതെങ്കിലും മന്ത്രവാദ പരിപാടികളുണ്ടോ? സ്വന്തം കുടുംബാംഗങ്ങളോട് വെറുപ്പും വിരോധവും വെച്ചുകൊണ്ടിരിക്കുന്ന സഹോദരൻ. ഞാൻ പറഞ്ഞു, സഹോദര, കുടുംബം മെച്ചപ്പെടണോ, അനുഗ്രഹം പ്രാപിക്കണോ, അവരോട് ക്ഷമിക്കണം. അപ്പൊ ഇദ്ദേഹം ചോദിച്ചു, അച്ഛൻ എന്നതാ ഉദ്ദേശിക്കണേ? ഞാൻ പറഞ്ഞു, ചേട്ടാ, കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ
അമ്മയുടെ ശവസംസ്കാരം നടന്ന ആ സെമിത്തേരി പോയി ആ കല്ലറയ്ക്ക് മുമ്പിൽ മുട്ടുകുത്തി മാപ്പ് ചോദിക്കണം. ദിവ്യബലിയിൽ പങ്കെടുത്ത് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത്രയും നാളും തിരിഞ്ഞു നോക്കാത്ത കുടുംബത്തിലേക്ക് പോകണം, ക്ഷമിക്കണം, പൊറുക്കണം. പറ്റുമോ? ഇദ്ദേഹം ഭാര്യയുടെ മക്കളും പറഞ്ഞു, എടി എഴുന്നേക്ക്, ഇവിടെ ഇരുന്നിട്ടിനെ കാര്യമൊന്നുമില്ല. അച്ഛാ കൊള്ളാം കേട്ടോ, ഞങ്ങൾ പോവുക. എനിക്ക് വലിയ സങ്കടം തോന്നി. കാരണം എന്നറിയോ, ഒരു തരി പോലും അനുതാപമില്ലാതെ ആ മനുഷ്യൻ ആ പടവുകൾ ഇറങ്ങിപ്പോയി. അദ്ദേഹം പറഞ്ഞു, ഇത് നടക്കാൻ പോണ കാര്യമൊന്നുമില്ല, വാ, വിളിച്ചോണ്ട് പോയി. എന്നാൽ കഴിഞ്ഞ ജനുവരി മാസത്തിൽ രണ്ടാമത്തെ താമസിച്ചുള്ള ആന്തരിക സൗഖ്യ ധ്യാനത്തിന് ഞായറാഴ്ച ധ്യാനം തുടങ്ങുമ്പോൾ ഞാൻ കണ്ട കാഴ്ച, ഭാര്യയും ഭർത്താവും 2 മക്കളും കൂടെ ധ്യാനത്തിന് വന്നിരിക്കുന്നു. ഹല്ലേലൂയാ. ഇയാൾ വന്നിട്ട് എന്റെ കയ്യെ പിടിച്ചോണ്ട് പറഞ്ഞു, അച്ഛാ ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞു, അങ്ങനെയല്ലല്ലോ അന്ന് പറഞ്ഞിറങ്ങിപ്പോയത്. അച്ഛാ കാര്യമൊക്കെ ശരിയാ, അന്ന് ഞാൻ ഇറങ്ങിപ്പോയി, പക്ഷേ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല അച്ഛാ, എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ലെന്ന്. അച്ഛാ ഞാൻ കിടക്കും, പക്ഷെ ഉറക്കമില്ല. 2 ദിവസം കഴിഞ്ഞു. അപ്പോഴാണ് അച്ഛൻ പറഞ്ഞ കാര്യം എൻ്റെ ചങ്കിൻ്റെ അകത്തോട്ട് ഇങ്ങനെ കൊണ്ടുകൊണ്ടിരിക്കുക. ഞാൻ തീരുമാനിച്ചു, പിറ്റേ ദിവസം ഞാൻ ചെയ്ത പ്രവൃത്തി, ഞാൻ എൻ്റെ അമ്മയുടെ ശവസംസ്കാരം നടന്ന ദേവാലയത്തിൽ സെമിത്തേരി പോയി മുട്ടുകുത്തി കരഞ്ഞു മാപ്പ് ചോദിച്ചു. പിറ്റേ ദിവസത്തെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് എൻ്റെ ഭാര്യയും മക്കളെ എൻ്റെ കുടുംബത്തിൽ കൊണ്ടുപോയി, എൻ്റെ സഹോദരിയുടെ വീട്ടിൽ പോയി. അച്ഛാ ആ രാത്രിയിൽ നാളുകൾക്ക് ശേഷം ഞാൻ സമാധാനമായിട്ട് കിടന്നുറങ്ങി. നല്ലൊരു കയ്യടി കർത്താവായി ഈശോയ്ക്ക് കൊടുത്തേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ വ്യക്തി എന്റെ മുമ്പിൽ പറഞ്ഞതെന്നറിയോ? അച്ഛാ എനിക്ക് മനസ്സിലായ അച്ഛാ, ഈ മന്ത്രവാദം കൂടോത്രമൊക്കെ എന്റെ നെഞ്ചിന്റെ അകത്തായിരുന്നു. ഇത്രമേൽ വെറുപ്പ്. എന്റെ ബിസിനസ് കാര്യങ്ങളൊക്കെ മെച്ചപ്പെട്ട് വന്നിരിക്കുന്നു. ഞാനിവിടെ ധ്യാനത്തിന് വന്നതെന്നറിയോ? തമ്പുരാനും നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാനാ. എനിക്ക് കിട്ടിയ തിരിച്ചറിവിനെ ഓർത്ത് നന്ദി പറയാൻ. ഞാനിത് ഇവിടെ വെച്ച് പറയുന്നത് എന്തിനെന്നറിയോ? നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയും സ്വയം ചിന്തിക്കണം. നിന്റെ കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലും ഒരുപക്ഷെ ചിലരൊക്കെ പറയും, അവരങ്ങനെ ചെയ്തിട്ട് ഇവരിങ്ങനെ ചെയ്തിട്ട്. അതവിടെ ഇരിക്കട്ടെ. ആദ്യം നിന്റെ ഹൃദയത്തിലേക്ക് നീ തിരിയണം. പരിശുദ്ധ മറിയം പറയുന്നു, നിന്റെ സ്വഭാവത്തിലേക്ക് നീ തിരിയണം. ചില കാര്യങ്ങൾ മാറ്റാനുണ്ട്, ചില കാര്യങ്ങൾ തിരിച്ചറിയാനുണ്ട്, ചില കാര്യങ്ങൾ ക്ഷമിക്കാനുണ്ട്, ചില പാപമേഖലകളെ മനസ്സിലാക്കി തിരുത്തേണ്ടതുണ്ട്. എങ്കിലേ കുടുംബത്തിൽ അനുഗ്രഹമുണ്ടാകൂ, അന്തരീക്ഷത്തിൽ അനുഗ്രഹമുണ്ടാകൂ, നീ പോകുന്നിടങ്ങളിലൊക്കെ അഭിഷേകമുണ്ടാകൂ. പരിശുദ്ധ അമ്മ വചനം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ വചനവുമായിട്ട് പോയ അമ്മയുടെ സ്വഭാവം മാറി, സംസാര ശൈലി മാറി, ശുശ്രൂഷ മനോഭാവത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചതുപോലെ ഞാനും നിങ്ങളും ഇറങ്ങിത്തിരിക്കാൻ ഈ ദിവസത്തിൽ പരിശുദ്ധ അമ്മ നമ്മളോട് പറയുന്നത്, നിന്റെ സ്വഭാവം ചില കാര്യങ്ങൾ ഒന്ന് ശരിയാക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. വലതു ഇടതു ഇരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞേ, സ്വഭാവം ചില കാര്യങ്ങൾ ശരിയാക്കണം. പറഞ്ഞു കൊടുത്തേ. സത്യമായി ഇത് കുടുംബം ഒരുമിച്ച് പങ്കെടുക്കേണ്ടതാണ്, എങ്കിലേ ഇത് പറഞ്ഞപ്പോൾ ശരിയാവുള്ളൂ. അടുത്തിരിക്കുന്ന ആളോടൊക്കെ അല്ലേ, കുടുംബം ഒരുമിച്ചൊക്കെ പങ്കെടുക്കുമ്പോൾ ഇത് മനസ്സിലാവും. കാരണം സ്വഭാവം കുടുംബത്തില് വ്യക്തി ജീവിതത്തില് ചില കാര്യങ്ങൾ ശരിയാക്കാനുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. എല്ലാവരും ഒന്ന് ചാടി എഴുന്നേറ്റ് നിന്നേ. ദൈവത്തിന്റെ മുമ്പിൽ നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഒന്ന് കരങ്ങളൊന്ന് കൂപ്പിപ്പിടിച്ചേ, കണ്ണടച്ച് പ്രാർത്ഥിച്ചേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കരങ്ങൾ കൂപ്പിപ്പിടിച്ചോളൂ. ജോയിൻ യുവർ ഹാൻഡ്സ് ആൻഡ് ക്ലോസ് യുവർ ഐസ്. കണ്ണടച്ച് കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കൂ. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, പറയുന്ന ഞാനും കേൾക്കുന്ന നീയും, നിന്റെയൊക്കെ ജീവിതത്തിലും എൻ്റെ ജീവിതത്തിലും കുറേ കാര്യങ്ങൾ മാറേണ്ടതുണ്ട്. എൻ്റെ സ്വഭാവത്തിൽ ഞാൻ തിരുത്തേണ്ട മേഖലകളേവ പരിശുദ്ധാത്മാവെ ഈ രാത്രി എന്നെ പഠിപ്പിക്കണമേ. എൻ്റെ സ്വഭാവത്തിൽ പലപ്പോഴും ഞാൻ ചിന്തിക്കുന്ന കാര്യം, ഞാൻ ശരിയാണ്, മറ്റുള്ളവർ ശരിയല്ല എന്നല്ലേ. ഇതാ പരിശുദ്ധാത്മാവ് പറയുന്നു, സ്വഭാവത്തെ വിശുദ്ധീകരിക്കുക, സ്വഭാവത്തെ വിശുദ്ധീകരിക്കുക. പരിശുദ്ധാത്മാവെ, എൻ്റെ സ്വഭാവത്തെ വിശുദ്ധീകരിക്കാൻ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവെ, എൻ്റെ ചിന്തകളെ, വിചാരങ്ങളെ മനസ്സിലാക്കാൻ, അംഗീകരിക്കാൻ എനിക്ക് കൃപ തരണമേ. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഓരോ വ്യക്തിയുടെ മേലും അത്ഭുതകരമായിട്ട് ചൊരിയപ്പെടുന്ന നിമിഷം വിശ്വസിച്ചോണം. പരിശുദ്ധ മറിയത്തിൽ നിറഞ്ഞു നിന്നിരുന്ന അതേ അഭിഷേകം എൻ്റെ മേലും നിറയപ്പെടട്ടെ, എൻ്റെ മേലും നിറയപ്പെടട്ടെ. ഓ പരിശുദ്ധാത്മാവെ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ പ്രാർത്ഥനാ ശുശ്രൂഷ സമയത്ത് ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി സംഭവിക്കട്ടെ.
ചില കാര്യങ്ങൾ മാറ്റേണ്ടതുണ്ട്, തിരുത്തേണ്ടതുണ്ടെന്ന് പരിശുദ്ധാത്മാവ് നിന്നെ പഠിപ്പിക്കുന്നില്ലേ? വിശ്വസിക്കുക, ഏറ്റെടുക്കുക. ഓരോ വ്യക്തിയും ഈ നിമിഷം ആഗ്രഹിക്കണം, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എന്നെ പഠിപ്പിക്കണമേ, എൻ്റെ സ്വഭാവത്തെ മനസ്സിലാക്കാൻ, തിരുത്താൻ, എൻ്റെ ജീവിത വഴികളെ കൃത്യമായി തിരിച്ചറിയാൻ പരിശുദ്ധാത്മാവേ ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് എൻ്റെ മേൽ പ്രവർത്തിക്കണമേ. രണ്ട് കരങ്ങളും ശിരസിൽ കമഴ്ത്തി വയ്ക്കാം, കണ്ണുകളടച്ച് ഓരോരുത്തരും ആഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞു നിന്നിരുന്ന അതേ അഭിഷേകം ഇപ്പോൾ ഈ ശുശ്രൂഷ വഴിയിൽ ഓരോ വ്യക്തിയുടെ മേലും നിറയട്ടെ. ഓരോരുത്തരും കണ്ണുകളടച്ച് രണ്ട് കരങ്ങളും ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണുകളടച്ച് ആഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവേ, മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ആത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്ന മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. നിറയണമേ പരിശുദ്ധാത്മാവേ, നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളാ. ആമേൻ. ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. പരിശുദ്ധാത്മാവേ, നിറയണമേ നീ ഇന്നെന്നുള്ളിൽ തീനാവുകളാ. ഒഴുകണമേ നീ ഇന്നെന്നുള്ളിൽ പുതിയൊരു നദിയായി. ചെങ്കടൽ പോലും രണ്ടായി മാറ്റിയൊരഭിഷേക കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. ആമേൻ. ചെങ്കടൽ പോലും രണ്ടായി മാറ്റിയൊരഭിഷേക കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞു നിന്നിരുന്ന അതേ അഭിഷേകശക്തി ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയുടെ മേലും, ഓരോ വ്യക്തിയുടെ ശിരസ് മുതലുള്ള അഭിഷേകത്തിന്റെ ആത്മാവ് വെളിപ്പെടട്ടെ. തടസ്സങ്ങൾ മാറട്ടെ. ഒരു പുതിയ അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. ഈ ശുശ്രൂഷ സമയത്ത് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പഠിക്കേ, ആരാധിക്കുന്നു. എല്ലാവരും പഠിക്കേ, ആരാധിക്കുന്നു. ശരീരം സമർപ്പിച്ച് ആരാധിക്കുന്നു. വികാര വിചാരങ്ങൾ സമർപ്പിച്ച് ആരാധിക്കുന്നു. ഇന്നലകളിലെ അനുഭവങ്ങൾ സമർപ്പിച്ച് ആരാധിക്കുന്നു. ക്ഷമിക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ സമർപ്പിച്ച് ആരാധിക്കുന്നു. എല്ലാ തകർച്ചകളും സമർപ്പിച്ച് പരിശുദ്ധാത്മാവേ ജീവിതം മാറ്റട്ടെ. പരിശുദ്ധാത്മാവേ വിശുദ്ധീകരിക്കപ്പെടട്ടെ. എന്നിൽ നിറയണമേ, എന്നിൽ നിറയണമേ, എന്നിൽ നിറയണമേ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. എന്നിൽ നിറയണമേ, ഓ പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ. 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 എന്നിൽ നിറയണമേ. Praise the Lord. Hallelujah.